തുടർന്നുള്ള കർത്താവ് ഓരോ നിമിഷത്തിലും കർത്താവേ, കർത്താവ് അങ്ങയുടെ വലിയ സാന്നിധ്യത്തെ കർത്താവ് ഞങ്ങൾ ചോദിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ വലിയ അഭിഷേകത്തെ കർത്താവ് ഞങ്ങൾ ചോദിക്കുകയാണ്. കർത്താവേ, കർത്താവെ കടന്നു വന്നിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരോടും കർത്താവേ, അങ്ങയുടെ കർത്താവെ ആ സാന്നിധ്യത്തെ കർത്താവ് ഞങ്ങളിലേക്ക് അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങേ ഒന്ന് രുചിച്ചറിയുവാൻ കർത്താവെ, കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങൾ കടന്നുപോയ എല്ലാ സാഹചര്യങ്ങളെയും കർത്താവ് ഞങ്ങളെ നടത്തിയ വിധങ്ങളെയെല്ലാം ഓർത്തുകൊണ്ട് കർത്താവെ, അതിപരിശുദ്ധ നാമത്തെ ഒന്ന് ഉയർത്തുവാൻ തിരുസന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളെയും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവെ നന്ദി കരേറ്റുവാൻ കർത്താവെ തിരുസന്നിധിയിൽ ഞങ്ങൾ കടന്നു വരികയാണ്. യേശു, ഹല്ലേലൂയ. ആ യേശുവിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. നമുക്കായിരിക്കുന്ന സ്ഥാനങ്ങൾ അല്പനേരം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തെ ഒന്നിച്ചു ചേർന്ന് വാഴ്ത്താം. ഹല്ലേലൂയ. എത്ര നന്ദി പറഞ്ഞാലും മതി വരാനാവാത്ത ആ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തെ നമുക്കൊന്നിച്ചു ചേർന്ന് വാഴ്ത്താം. ഹല്ലേലൂയ. We glory to Jesus. നന്ദിയുള്ള ഹൃദയത്തോടെ എല്ലാവരും അതിനങ്ങനെ തുറന്ന് അല്പനേരം അന്യഭാഷകളിൽ അവനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. Lord, we praise you. യേശുവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ആ യേശുവിന് അവൻ ചെയ്ത സകല നന്മകളെയും ഓർത്ത് നന്ദി കരേനെ. ഹല്ലേലൂയ. നന്ദി കരേറ്റിയാട്ടെ. യേശുവേ, ഹല്ലേലൂയ. കർത്താവ് അങ്ങയുടെ ഹിതം കർത്താവേ, കർത്താവ് ഞങ്ങളുടെ പ്ലാനോ ഞങ്ങളുടെ ചിന്തകളോ ഒന്നുമല്ല കർത്താവേ, അങ്ങയുടെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറേണ്ടതിന് തക്കവണ്ണം ആ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കുക. ിലെന്നും നിറവേറട്ടെ, നിന്റെ ഇഷ്ടങ്ങളെന്നിൽ പൂർണ്ണമാകട്ടെ. നിൻഹിതമെന്നിലെന്നും യെസ് ലോർഡ്, നിന്റെ ഇഷ്ടങ്ങളെൻ ഓരോ നാളും ജീവിപ്പാൻ എന്നെ എന്നും സഹായിക്കണേ. ഓരോ നാളും നിന്നിൽ ചാരി ജീവിപ്പാൻ സഹായിക്കണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കും ഞാനെന്നും, പാടിയിടും ഞാൻ നിൻഹിതമെന്നിലെന്നും നിറവേ. അതേ കർത്താവേ, ഞങ്ങളുടെ ഇഷ്ടങ്ങളോ ഞങ്ങളുടെ പ്ലാനുകളോ ഒന്നുമല്ല യേശുവേ. ഹിതമെന്നിലെന്നും നിറവേറട്ടെ, നിന്റെ ഇഷ്ടങ്ങളെന്നും പൂർണ്ണമാകട്ടെ. ഓരോ നാളും നിന്നിൽ ചാരി ജീവിപ്പാൻ എന്നെ എന്നും സഹായിക്കണേ. ഓരോ നാളും നിന്നിൽ ചാരി ജീവിപ്പാൻ എന്നെ എന്നും സഹായിക്കണേ. ഹല്ലേലൂയ, 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 യെസ് ലോർഡ്. ആരാധിക്കും ഞാനെന്നും
Yes, Lord. Oh, hallelujah, 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 hallelujah. Yes. ആരാധിക്കും ഞാനെന്നും പാടിയിടും ഞാൻ നിന്നന്മകളെ. വീണു ഞാൻ പല തവണയാ, യെസ്, ഓടി ഞാൻ നിൻ ചാരെ നിന്ന്, പോയി ഞാൻ നിൻ സന്നിധേ നിന്ന്, മാറി ഞാൻ നിൻ ചാരെ നിന്ന്. വീണു ഞാൻ പല തവണയാ, ഓടി ഞാൻ നിൻ ചാരെ നിന്ന്, പോയി ഞാൻ നിൻ സന്നിധേ നിന്ന്, മാറി ഞാൻ നിൻ ചാരെ. ഹല്ലേലൂയ. Oh, നിൻ സ്നേഹം മാറിയില്ല, നീ എന്നെ തള്ളി. ആ മഹാസ്നേഹത്തെ ഓർത്ത് നിൻ മുഖം മറച്ചതില്ല, വാഗ്ദത്തം മായ്ച്ചതില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യെസ് ലോർഡ്. ആരാധിക്കും ഞാനെന്നും പാടിയിടും ഞാൻ നിൻ നന്മകളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കും ഞാനെന്നും പാടിയിടും ഞാൻ നിൻ നന്മകളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കും ഞാനെന്നും പാടിയിടും ഞാൻ നന്മകളെ. ഓ ഹല്ലേലൂയ, ഓ കർത്താവേ സ്തോത്രം. ഞാൻ വീണപ്പോഴും ഞാൻ തളർന്നപ്പോഴും എന്നെ കരം പിടിച്ചു നടത്തിയ ഒരു ദൈവത്തിൻ്റെ അതിപരിശുദ്ധ സാന്നിധ്യത്തിൻ്റെ മധ്യയാണ് നാം ആയിരിക്കുന്നത്. ആ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചാട്ടെ. എന്നെ നടത്തുവാൻ മതിയായൊരു ദൈവം, എന്നെ വിടുവിക്കുവാൻ മതിയായൊരു ദൈവം, എന്നെ താങ്ങുവാൻ മതിയായൊരു ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഹല്ലേലൂയ ലോർഡ്, ഹല്ലേലൂയ, yes Lord, we glory to Jesus. Hallelujah. അതെ അപ്പാ, എൻ്റെ ജീവിതത്തിൻ്റെ പല കോണുകളിലും കർത്താവ് ഞാൻ വീണു പോയവനാണ് കർത്താവേ. അവിടെ നിന്നെല്ലാം എന്നെ താങ്ങി എന്നെ വഴി നടത്തി. ഹല്ലേലൂയ. ആ വലിയ സ്നേഹത്തെ, ആ വരികൾ ഒരിക്കൽ കൂടി നമുക്കൊന്ന് പാടാം. കർത്താവേ, ഞാൻ വീണു പോയവനാണ് കർത്താവേ. അവിടെയെല്ലാം കർത്താവേ, എൻ്റെ ചാർച്ചക്കാർ, എൻ്റെ കൂട്ടുകാർ പലരും എന്നെ കൈവിട്ടപ്പോഴും എന്നെ കൈവിടാത്ത ഒരു ദൈവം. ഹല്ലേലൂയ. എന്നെ താങ്ങി പിടിച്ചൊരു ദൈവം. ഹല്ലേലൂയ. വീണു ഞാൻ പല തവണയാ, ഓടി ഞാൻ നിൻ പാതേ വിട്ട്,
വിട്ട് പോയി ഞാൻ നിൻ സന്നിധേ നിന്ന് മാറി ഞാൻ നിൻ ചാരേ നിന്ന് വീണു ഞാൻ അതേ കർത്താവേ പല തവണകളിലായി കർത്താവേ ആ യേശുവിന്റെ കരങ്ങളിലേക്കൊന്ന് താഴ്ത്തി ഏൽപ്പിച്ചാട്ട്. യെസ് ലോർഡ് മാറി ഞാൻ. യെസ് ലോർഡ് അവൻ എന്നെ സ്നേഹിച്ച ദൈവം നീ എന്നെ മാറിയില്ല. ഹല്ലേലൂയ. ഓ നീ എന്നെ തള്ളിയില്ല. നിൻ മുഖം മറച്ചതില്ല. വാഗ്ദത്തം മായ്ച്ചതില്ല. നന്ദിയുള്ള ഹൃദയത്തോടെ നമ്മളെ വിടുവിച്ച ദൈവത്തെ, നമ്മളെ മാറോട് ചേർത്ത ദൈവത്തെ അവന്റെ കരങ്ങളിലേക്ക് ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചാട്ട്. ആരാധിക്കും ഞാൻ എന്നെന്നും. അതേ കർത്താവേ, എത്ര സ്തുതിച്ചാലും എത്ര മഹത്വപ്പെടുത്തിയാലും മതിവരാത്ത അങ്ങയുടെ നാമത്തെ ആരാധിക്കും ഞാൻ എന്നെന്നും. യെസ് ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധിക്കും ഞാൻ എന്നെന്നും പാടിയിടും നിൻ നന്മകളെ. Hallelujah. Hallelujah. Yes, Lord. Hallelujah. Hallelujah. We glorify your name, Lord Jesus. നന്ദിയുള്ള ഹൃദയത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ. തിരുവചനം പറയുന്നത് പോലെ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. ഹല്ലേലൂയ. പച്ചയായ പുൽപ്പുറങ്ങളിൽ ഹല്ലേലൂയ അവൻ എന്നെ നടത്തുന്നു. ഹല്ലേലൂയ. സ്വസ്ഥതയുള്ള ഹല്ലേലൂയ വെള്ളത്തിനരികിലേക്ക് അവൻ എന്നെ നടത്തുന്നു. ഹല്ലേലൂയ. തിരുകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചാട്ടെ കർത്താവ്. നമ്മുടെ മുമ്പിൽ പല പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉണ്ടായേക്കാം. കർത്താവ് നമ്മുടെ പടകിലുണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഹല്ലേലൂയ 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 ആ വിശ്വാസത്തോടെ നമ്മൾ ആ സന്തോഷത്തോടെ ആ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തെ എത്ര സ്തുതിച്ചാലും മതിവരാനാവാത്ത ആ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തെ നമ്മൾ കരങ്ങളെല്ലാം അടിച്ചുകൊണ്ട് ഹല്ലേലൂയ ഒന്നിച്ചു ചേർന്ന് കരങ്ങളെല്ലാം ഉയർത്തി കരങ്ങളെല്ലാം അടിച്ചുകൊണ്ട് അവൻ്റെ നാമത്തെ നമുക്ക് ഒന്നിച്ച് ചേർന്ന് വാഴ്ത്താം. യെസ് ലോർഡ്. ഹല്ലേലൂയ. ശകദം തേ ഗംഭീരം താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം. കർത്താവിൻ നാമം വാഴ്ത്തിടാം. ഗംഭീരം താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം. കർത്താവിൻ നാമം വാഴ്ത്തിടാം. ദേവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ. ദേവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. ഓ കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവിൻ. കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ. ഹല്ലേലൂയ. ഗംഭീരം താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം. കർത്താവിൻ നാമം വാഴ്ത്തിടാം. തമ്പേരും താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം. കർത്താവിൻ നാമം വാഴ്ത്തിടാം.
സർവശക്തനു പാടി സ്തോത്രം ചെയ്യുവിൻ, സർവശക്തനു പാടി സ്തോത്രം ചെയ്യുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. ഓ സൃഷ്ടികർത്താവിന് സ്തോത്രം ചെയ്യുവിൻ, സൃഷ്ടികർത്താവിന് സ്തോത്രം ചെയ്യുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. ഗംഭീരും താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. ഗംഭീരും താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. സൗഖ്യം സൗഖ്യദായകന് സ്തോത്രം ചെയ്യുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. ജീവദായകന് സ്തോത്രം ചെയ്യുവിൻ, ജീവദായകന് സ്തോത്രം ചെയ്യുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. ഗംഭീരും താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. ഗംഭീരും താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിൻ നാമം വാഴ്ത്തിടാം. നല്ല ഇടയന് സ്തോത്രം ചെയ്യുവിൻ, നല്ല ഇടയന് സ്തോത്രം ചെയ്യുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. അപ്പം നൽകുന്നവന് സ്തോത്രം ചെയ്യുവിൻ, അപ്പം നൽകുന്നവന് സ്തോത്രം ചെയ്യുവിൻ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്. ഗംഭീരും താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. ഗംഭീരും താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം. ഗംഭീരും താളത്തോടെ, ഗംഭീരും താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. ഗംഭീരും താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം, കർത്താവിൻ നാമം വാഴ്ത്തിടാം. ഹല്ലേലൂയ. റിബാശന്തരേ, എല്ലാവരും കരങ്ങളെ അടിച്ചുകൊണ്ട് ഹല്ലേലൂയ. യേശുവിന്റെ അതിപരിശുദ്ധ നാമത്തെ എത്ര സ്തുതിച്ചാലും മതിവരാത്ത യേശുവിന്റെ നാമത്തെ ഹല്ലേലൂയ ഒന്നിച്ച് ചേർന്നുയർത്തിയാട്ടെ. ഹല്ലേലൂയ. ശകദം തേരേബേ. ഹല്ലേലൂയ. പാപങ്ങൾ പോക്കവേ ശാപങ്ങൾ നീക്ക ഭൂലോകം വந்தாரையா, மனிதரை மீட்கவே பரலோகம் தீர்க்க சுருவையை சுமந்தாரையா. பாவங்கள் போக்கவே ஹல்லேலூயா. மனிதர் எஸ் லார்ட். மனிதரை மீட்கவே பரலோகம் தீர்க்க சுருவையை சுமந்தாரையா. கண்ணீரை துடைக்காதையா, சந்தோஷம் தந்தாரையா. கண்ணீரை துடைக்காதையா, சந்தோஷம் தந்தார். ஹல்லேலூயா. என்னே சுவே, என்னே சுவே, என்னே. സന്തോഷത്തോടെ യേശുവിന്റെ നാമത്തെ എന്നേ സുവേ, എന്നേ സുവേ, എന്നേ സുവേ, എന്നേ സുവേ, എന്നേ സുവേ. தங்கத்தை கேட்கவில்லை, வைரத்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா.
ஆஸ்தியை கேட்கவில்லை, அந்தஸ்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா. ஆமென். தங்கத்தை கேட்கவில்லை, வைரத்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா. ஆஸ்தியை கேட்கவில்லை, அந்தஸ்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா. நான் தேடி போகவில்லை, என்ன தேடி வந்தாரையா. நான் தேடி போகவில்லை, என்ன தேடி. ஹல்லேலூயா. அவருடைய பேரான தாயுன்னை மறந்தாலும் தந்தை உன்னை மறந்தால் அவர் உன்னை மறக்க மாட்டார். நண்பர் உன்னை மறந்தாலும் வெறுத்தாலும் அவர் உன்னை வெறுக்க மாட்டார். தாயுன்னை மறந்தாலும் தந்தை உன்னை மறந்தால் அவர் உன்னை மறக்க மாட்டார். ஆமென். நண்பர் உன்னை வெறுத்தாலும் உற்றோர் உன்னை வெறுத்தார் அவர் உன்னை வெறுக்க மாட்டார். கரம் பிடித்து நடத்திடுவார். ஹல்லேலூயா. கண்மணி மேல் நிறுத்திடுவார். கரம் பிடித்து நடத்திடுவார். கண்மணி மேல் நிறுத்திடுவார். ஆமென். எந்த Baranda Shakta Nagarada Raba Shandere Vende Shakadere Rede Rembe Uraba Shodagaram Terebe Shakadere De Uraba Shodagaram Terebe in the next way, in the next way, in the next way, in the பாவங்கள் போக்கவில்லை, பாவங்கள் போக்கவில்லை, சாபங்கள் நீக்க பூலோகம் வந்தாரையா. ஆமென். மனிதரை மீட்கவே பரலோகம் தீர்க்க சிலுவை சுமந்தாரையா. பாவங்கள் போக்கவே சாபங்கள் நீக்க பூலோகம் வந்தாரையா. மனிதரை மீட்கவே பரலோகம் தீர்க்கவே சிலுவையை சுமந்தாரையா. கண்ணீரை துடைக்காதையா, சந்தோஷம் தந்தாரையா. கண்ணீரை துடைக்காதையா, சந்தோஷம் தந்தாரையா. ஹல்லேலூயா. ஜகதம் தெரேபே Uraba Shaudara Rikaradagaraude Rede Shagadam Terebe Rikaraudaгаram Terebe Shagadam Tere Dagarada Rava Shanderebe. Yes, Lord. In the name. Hallelujah. In the name. தங்கத்தை கேட்கவில்லை, வைரத்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா. ஆஸ்தியை கேட்கவில்லை, அந்தஸ்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா. ஆமென். தங்கத்தை கேட்கவில்லை, வைரத்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா. ஆமென். ஆஸ்தியை கேட்கவில்லை, அந்தஸ்தை கேட்கவில்லை, உள்ளத்தை கேட்டாரையா. நான் தேடி போகவில்லை. ஹல்லேலூயா. நான் தேடி போகவில்லை, என்னை தேடி ஆயேசுவே எந்த
Rabasham Terebe Shakadam Terebe Shantagarada Rebe தாயுன்னை மறந்தாலும் தந்தையுன்னை மறந்தார் அவர் உன்னை மறக்க மாட்டார் நண்பர் உன்னை வெறுத்தாலும் உற்றோர் உன்னை வெறுத்தார் அவர் உன்னை வெறுக்க மாட்டார் தாயுன்னை மறந்தாலும் தந்தையுன்னை மறந்தார் அவர் உன்னை மறக்க மாட்டார் ஹல்லேலூயா நண்பர் உன்னை வெறுத்தாலும் உற்றோர் உன்னை வெறுத்தார் அவர் உன்னை வெறுக்க மாட்டார் கரம் பிடித்து நடத்திடுவார் கண்மணி மேல் நிறுத்திடுவார் கரம் பிடித்து நடத்திடுவார் கண்மணி மேல் நிறுத்திடுவார் ஹல்லேலூயா சகதவுடகரம் தேரேபே உராபாஷந்தே சகதகதகரம் தேரேபே சக்தேரேபே உராபராஜகரௌ தேரேபே சக்தேரேபே சுகதம் தேரேபே சக்தேரேபே சக்தா Hallelujah. Hallelujah. കരങ്ങളെല്ലാം അടിച്ചുകൊണ്ട് ഹല്ലേലൂയ യേശുവിന്റെ നാമത്തെ ഒന്ന് ഉയർത്തിയാട്ടെ ഹല്ലേലൂയ എല്ലാവരും കരങ്ങളെ ഒന്ന് അടിച്ചുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ തായുന്നെ മറന്നാലും കർത്താവ് എന്നെ കൈവിടാത്ത ഒരു ദൈവം ഹല്ലേലൂയ എന്നെ കരം പിടിച്ച് നടത്തുവാൻ മതിയായ ഒരു ദൈവം ഹല്ലേലൂയ We praise you Jesus Lord എത്ര വലിയ സ്നേഹമാണ് ഹല്ലേലൂയ ഗ്ലോറി എത്ര സ്തുതി പറഞ്ഞാലും മതി വരാത്ത ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ എത്ര പേർക്ക് ഇന്ന് വാഴ്ത്താൻ കഴിയും ഹല്ലേലൂയ നമ്മൾ പാടിയതുപോലെ ഹല്ലേലൂയ യേശു നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത് തങ്കത്തെയോ വൈരത്തെയോ ഒന്നുമല്ല എൻ്റെ ഹൃദയത്തെ ഹല്ലേലൂയ അത് ഞാൻ തേടിപ്പോയതല്ല എന്നെ തേടി വന്നൊരു ദൈവം ഹല്ലേലൂയ ഓ ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഒന്ന് രുചിച്ചറിഞ്ഞാട്ടെ ഹല്ലേലൂയ ചേറ്റിൽ കിടന്ന എന്നെ തേടി വന്നൊരു ദൈവത്തിൻ്റെ സ്നേഹം ഓ ആർക്കും വേണ്ടാതെ മാറ്റിയിട്ട് എന്നെ ഹല്ലേലൂയ തിരുസന്നിധിയിൽ വിളിച്ചു കൊണ്ടുവന്ന ദൈവത്തെ ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കൊന്ന് ഇറങ്ങിയാട്ടെ ഹല്ലേലൂയ We glory to Jesus പൂർണ്ണ ഹൃദയത്തോടെ അവൻ്റെ സന്നിധിയിലേക്കൊന്ന് ചെന്നാട്ടെ ഹല്ലേലൂയ കർത്താവേ നമുക്ക് വേണ്ടി സ്വന്തം പുത്രനെ നൽകിയ ഒരു ദൈവം ഹല്ലേലൂയ അവന് കൊടുക്കുവാൻ പകരമായി നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചാട്ടെ ഹല്ലേലൂയ ഗ്ലോറി തുല്യം ചൊല്ലുവാനായി കർത്താവേ അടികൾക്കൊന്നുമില്ല യേശുവേ Glory to Jesus നന്ദിയുള്ള ഹൃദയത്തോടെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് എൻ ജീവനേ കാളും നീ വലിയതാണെനി അതേ കർത്താവേ എൻ എത്ര പേർക്ക് ഇന്ന് പറയാൻ കഴിയും വലിയതാണെനിക്ക് എല്ലാ കരങ്ങളും ഉയർത്തി ആരാധന 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 യേശുവേ തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോ ഹല്ലേലൂയ അതേ കർത്താവേ തുല്യം ചൊല്ലാൻ ആരുമില്ല
ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. യെസ് ലോർഡ്. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. യെസ് ലോർഡ്. ആരാധന. യെസ് ലോർഡ്. ആരാധന. ഹല്ലേലൂയ. ആരാധന. 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 നിന്നെ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ Hallelujah. We glory to Jesus. സ്നേഹമേ പ്രേമമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ഓ ആരാധന. 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 യേശുവേ ആരാധന. പ്രഭശതരരരരെ വികരവശതരരദര ശബ്ദം തേരേരാദ ശബ്ദരേബേ ആരാധന. Oh hallelujah, hallelujah. We glory, we glory, we glory. സകല സ്തുതികൾക്കും യോഗ്യരേ ഞങ്ങളൊക്കെ ആരാധിക്കുന്ന യേശുവേ. സകല പുകഴ്ചയ്ക്കും യോഗ്യനായ ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ, ഓ അങ്ങേ ആരാധിക്കുന്ന യേശുവേ. ആരാധന. അങ്ങ് ചെയ്ത സകല നന്മകളെയും ഓർത്ത് ഓ യേശുവിന്റെ അതിപരിശുദ്ധ സാന്നിധ്യത്തിന്റെ നിറവിൽ നിന്നുകൊണ്ട് ഓ യേശുവിന്റെ സാന്നിധ്യത്താൽ, അവന്റെ അത്ഭുത സാന്നിധ്യത്താൽ കർത്താവേ നിറച്ചാട്ടെ. അങ്ങയുടെ അഭിഷേകത്താൽ നിറച്ചാട്ടെ യേശുവേ. ഓ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുത സാന്നിധ്യത്തിന്റെ നിറവിൽ കർത്താവേ അടിയങ്ങൾക്ക് ആരാധിക്കുവാൻ അങ്ങൊരുക്കിയ വലിയ നിമിഷത്തെ ഓർത്ത് കർത്താവേ നന്ദി കരയേറ്റുന്നു യേശുവേ. ഗ്ലോറി, 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 ഗ്ലോറി. അങ്ങ് ഞങ്ങളെ നടത്തുന്ന കർത്താവ് വിധങ്ങളെ ഓർത്ത് കർത്താവെ നന്ദി കരയേറ്റുന്നു യേശുവേ. ഇത്രത്തോളം അങ്ങനെ ഞങ്ങളെ സ്നേഹിക്കുന്നതിനെ ഓർത്ത് കർത്താവെ നന്ദി കരയേറ്റുന്നു യേശുവേ. തിരുകരങ്ങളിലേക്ക് അടികളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. മഹത്വം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സകലതും യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെയായിരിക്കാം. കർത്താവിൻ്റെ മരിച്ചടക്കപ്പെടുക നമ്മൾ ഓർക്കുമ്പോൾ നമ്മളെ തന്നെ മുഴുവനായി ആ കർത്താവിലേക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ മേശയ്ക്ക് മുമ്പായി 2 വചനങ്ങൾ വായിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് കർത്താവിൻ്റെ മേശയിലേക്ക് കടക്കാം.
1 പത്രോസ് 2:24 2 കൊറിന്ത്യർ 5:14 ഒരുമിച്ച് വായിച്ച് നമുക്ക് കർത്താവിൻ്റെ മേശയിലേക്ക് കടക്കാം. 2 കൊറിന്ത്യർ 2 അതിൻ്റെ 24 വാക്യം ഇപ്രകാരം വായിക്കുന്നു: നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. 2 കൊറിന്ത്യർ 5 അതിൻ്റെ 14 വാക്യം: ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്കു വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. 1 പത്രോസിൽ പത്രോസ് അപ്പോസ്തലൻ തന്റെ ജനത്തോട് പറയുക, എന്തിനാണ് നമുക്ക് വേണ്ടി ക്രിസ്തു മരിച്ചത്? നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്, അതിനുവേണ്ടിയാണ് ക്രിസ്തു സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി മരിച്ചത്. ഈ ലോകത്തിലെ ഏതെങ്കിലും സമ്പന്നതയോ സുഖസൗകര്യങ്ങളോ നമ്മുടെ മോഹങ്ങളോ നിവർത്തിക്കുന്നതിനു വേണ്ടിയല്ല കർത്താവ് സ്വർഗത്തിലിറങ്ങി വന്ന് മരിച്ചത്. പിന്നെയോ നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്, ക്രിസ്തുവിൻ്റെ നീതിയിൽ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്ന ആ ക്രിസ്തുവിനോട് കൂടെ ജീവിച്ച് അവൻ്റെ വരവെങ്കിൽ കർത്താവിനോട് എടുക്കപ്പെടുന്നതിന് വേണ്ടിയാണ് അവൻ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങി വന്ന ക്രൂശിന്മേൽ മരിച്ചത്. ഹല്ലേലൂയ. നീതിക്ക് ജീവിക്കാൻ, നീതി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാ. ഹല്ലേലൂയ. ആ നീതിക്ക് ജീവിക്കേണ്ടതിന്, ആ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ടതിന്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ പോലെ ആയി തീരേണ്ടതിന്. ഹല്ലേലൂയ. ഇന്നലെ 3 കാര്യങ്ങൾ നമ്മുടെ പാസ്റ്റർ നമ്മളെ ഓർപ്പിച്ചു. ഒന്ന്, ക്രിസ്തു മരിച്ചത് അവനുമായി ഒരു ഉടമ്പടിയിലേക്ക് നമ്മൾ ഏർപ്പെടുകയാണ്. അതാണ് നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അത് ശരീരത്തെ രോഗത്തിൻ്റെ സൗഖ്യം മാത്രമല്ല, പിന്നെയോ ദൈവവുമായുള്ള ബന്ധം നമ്മൾ അകന്നു പോയിരുന്നു. എന്നാൽ ആ ക്രൂശിൽ ദൈവവുമായി നമുക്കൊരു ബന്ധം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആ ബന്ധത്തിൽ നമ്മൾ ക്രിസ്തുവിനെ പോലെ ജീവിച്ച് ക്രിസ്തുവിനെ പോലെയായി തീരുവാനാണ് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത്. ഹല്ലേലൂയ. എന്നാൽ അതെങ്ങനെ നമ്മിലൂടെ ക്രിസ്തു പ്രാവർത്തികമാക്കുന്നു എന്നാണ് 2 കൊരിന്ത്യർ 5:14 പൗലോസ്ലീഹ കൊരിന്ത്യരോട് സംസാരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഹല്ലേലൂയ. കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹം ആ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ആ സ്നേഹം എന്തിനാണ് നമ്മളെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്? അതൊരു കാര്യം, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ, എല്ലാവർക്കും വേണ്ടി മരിച്ച ക്രിസ്തു മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ ഓരോ നിമിഷവും നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും മരിച്ചു എന്നുള്ള സത്യം അറിയേണ്ടതിനാണ്. നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, അവനോടുകൂടെ മരിച്ചു. ഇനി ആ പഴയ മനുഷ്യൻ നമ്മൾ ജീവിക്കരുത്. ഹല്ലേലൂയ. ആ പഴയ ജീവിതം നമുക്കില്ല. ആ പഴയ മോഹങ്ങൾ നമുക്കില്ല. ആ പഴയ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നമുക്കില്ല. ആ പഴയ മനുഷ്യൻ്റെ സ്വഭാവം നമുക്കില്ല. പിന്നെയോ ഇനി തങ്ങൾക്കായിട്ടല്ല
നമ്മുടെ ഇഷ്ടത്തിനോ നമ്മുടെ മോഹത്തിനോ നമ്മുടെ ആഗ്രഹങ്ങൾക്കോ വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത്. പിന്നെയോ തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ടു തന്നെ എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു നിർണയമുണ്ടോ? നമ്മുടെ പഴയ മനുഷ്യനെ പൂർണ്ണമായ ക്രൂശിൽ സമർപ്പിച്ചിട്ടുണ്ടോ? മരിപ്പിച്ചിട്ടുണ്ടോ? അതിനുവേണ്ടിയാണ് ഓരോ നിമിഷവും ക്രൂശെടുത്ത് ക്രിസ്തുവിനെ അനുഗമിക്കുന്നത്. ഹല്ലേലൂയ. ഓരോ ദിവസവും പഴയ മനുഷ്യനെ, പഴയ സ്വഭാവത്തെ, പഴയ മോഹങ്ങളെ മരിപ്പിച്ച് ആ ക്രിസ്തുവിൻ്റെ സ്വഭാവത്താൽ, ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞവരായി ആ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന, നിർണയിച്ചിരിക്കുന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ്. അതിനാണ് നമ്മൾ ഓരോ ആഴ്ചകളിലും ഓരോ ദിവസങ്ങളും ക്രിസ്തുവിൻ്റെ ക്രൂശിനെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. ആ പഴയ മനുഷ്യൻ ഇന്നും നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്നെങ്കിൽ നമുക്ക് നീതി സംബന്ധിച്ച് ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ സാധിക്കില്ല. ആ പഴയ മനുഷ്യനെ, ആ പഴയ മോഹങ്ങളെ എന്ത് ചെയ്യണം? ആ ക്രൂശിൽ ഏൽപ്പിച്ച് അതിനെ മരിപ്പിക്കുവാൻ നമ്മൾ ഓരോ ദിവസവും തയ്യാറാകണം. ഹല്ലേലൂയ. റോമർക്ക് ലേഖനം അതിൻ്റെ 6 പറയുന്നു, നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്നും മോചനം പ്രാപിച്ചിരിക്കുന്നു, പാപത്തിൽ നിന്നും ജയം പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ മരിച്ചവന് ഇനി എന്താണ് ആരോടെങ്കിലും പകയില്ല. മരിച്ചവനൊരു ബഹുമാനവും വേണ്ട. മരിച്ചവൻ ആരോടും ദേഷ്യമില്ല, വെറുപ്പില്ല, പിറുപിറുപ്പില്ല, ഒരു പ്രശംസയുമില്ല. ക്രിസ്തുവിലല്ലാതെ മറ്റൊരു പ്രശംസയും മരിച്ചവനില്ല. ഹല്ലേലൂയ. നമ്മുടെ പഴയ മനുഷ്യൻ മരിച്ചിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ക്രിസ്തുവത്രേ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, ക്രൂശിനെ ഓർക്കുമ്പോൾ എത്രത്തോളം ആ പഴയ മനുഷ്യനെ നമ്മൾ ക്രൂശിലേൽപ്പിച്ചിട്ടുണ്ട്, എത്രത്തോളം അവനെ മരിപ്പിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും ആ പഴയ മനുഷ്യൻ പൊങ്ങി വരുന്നെങ്കിൽ ഓരോ ദിവസവും വിശ്വാസത്താൽ അതിനെ മരിപ്പിക്കുവാൻ നമ്മൾ തയ്യാറാകണം. പാപം സംബന്ധിച്ച് നമ്മൾ മരിച്ചില്ലെങ്കിൽ നമുക്ക് നീതിക്ക് ജീവിക്കുവാൻ, ക്രിസ്തുവിനെ പോലെ തീരുവാൻ നമുക്ക് സാധിക്കുകയില്ല. ആണ് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കർത്താവിൻ്റെ മേശയിലേക്ക് കടന്നിട്ടുന്നതിന് മുമ്പായിട്ട് ഒരു നിമിഷം നമ്മൾ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, എവിടെയെങ്കിലും ആ പഴയ മനുഷ്യൻ്റെ സ്വഭാവം നമ്മളെ തേടി വരുന്നെങ്കിൽ, ആ പഴയ മനുഷ്യൻ്റെ മോഹങ്ങളിലേക്ക് നമ്മൾ വഴുതി പോകുന്നുവെങ്കിൽ, ആ പഴയ മനുഷ്യന് ഇഷ്ടമാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, ഇന്ന് നമ്മുടെ മുമ്പിൽ കർത്താവിൻ്റെ ക്രൂശ് നമ്മുടെ മുമ്പിലുണ്ട്. ആ ക്രൂശിലേക്ക് ഏൽപ്പിച്ച് അതിനെ മരിപ്പിച്ച് ആ നീതി സംബന്ധിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് അങ്ങയെ ആരാധിപ്പാൻ, ആ കൂട്ടായ്മയിൽ നിന്നും ആചരിക്കുവാൻ, അപ്പവയിൽ നിന്നും ഭക്ഷിക്കുവാൻ, കർത്താവിന്റെ വചനം കേൾപ്പാൻ എന്ന കൃപക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുകയാണ്. എന്നാൽ ഒരിക്കൽ കൂടി ഞങ്ങളെ തന്നെ പൂർണ്ണമായി ഏൽപ്പിക്കുകയാണ് കർത്താവേ. എവിടെയെങ്കിലും ആ മനുഷ്യനെ മരിപ്പിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, എന്നെ തന്നെ മരിപ്പിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ആ പഴയ മനുഷ്യൻ സ്വഭാവം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, അടിയങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പാപം സംബന്ധിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്, പാപം സംബന്ധിച്ച് മരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ പഴയ മനുഷ്യനെ പൂർണ്ണമായി ക്രൂശിക്കുവാൻ, അവൻ്റെ സ്വഭാവത്തെ ക്രൂശിക്കുവാൻ, ആ യേശുവിൻ്റെ സ്വഭാവമുള്ളവരായി തീരുവാൻ, യേശുവിൻ്റെ ഇഷ്ടമുള്ളവരായി തീരുവാൻ, ആ നിർമ്മല ഹൃദയമുള്ളവരായി തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു രക്തം സകല പാപങ്ങളെയും പൊക്കി ശുദ്ധീകരിക്കുന്നു എന്ന് പറയുന്നല്ലോ. അപ്പാ, ഞങ്ങളെവിടെ ഈ കഴുകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ഇരുട്ടിൽ വസിക്കുന്നവരായി തീരാതെ ആ വെളിച്ചത്തിൽ വസിക്കുന്നവരായി തീരുവാൻ, വെളിച്ചത്തിൽ ജീവിക്കുന്നവരായി തീരുവാൻ, ആ ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നവരായി തീരുവാൻ, ക്രിസ്തുവിന് ഇഷ്ടത്തിൽ ജീവിക്കുന്നവരായി തീരുവാൻ, അങ്ങനെ കർത്താവിന് വരവെങ്കിൽ കർത്താവെ അവനോട് എടുക്കപ്പെട്ട് നിത്യതയിൽ എന്നും ജീവിപ്പാൻ തക്കണം ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടവർക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആ കർത്താവായ യേശുവിനെ കാണിച്ചു രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത്
നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ശരീരം ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിനെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെ എന്നെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുമ്പോൾ അവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്തവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവ് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല, വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവ് നൽകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ മേശക്കായി ഒരുങ്ങാം. എല്ലാവരും പ്രാർത്ഥനയോടെയും സ്തോത്രത്തോടെയും അപേക്ഷിക്കുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തോടും മനുഷ്യരോടും നല്ല മനസ്സാക്ഷി ജീവിക്കുന്ന ഏവർക്കും ഈ അപ്പമിൽ നിന്ന് പാനം ചെയ്യാവുന്നതാണ്. കർത്താവിൻ്റെ മഹനീയമായ രക്ഷ ആരെങ്കിലും കൈവരിച്ചിട്ടായെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്ഥാനത്തായിരിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇപ്പോൾ ശുശ്രൂഷ മക്കൾ നമ്മളെ സഹായിക്കും. ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവിൻ്റെ ആത്മാവിനാൽ വഴി നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. മഹത്വം ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പറയേണ്ട കാര്യങ്ങളെല്ലാം ബേബി ബ്രദർ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ, ആമേൻ. 2 കൊരിന്ത്യർ അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ആമേൻ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: Therefore, having these promises, beloved, let us cleanse ourselves from all filthiness of the flesh and spirit, perfecting holiness in the fear of God. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ ദൈവം വിളിക്കുന്നത് വിശുദ്ധരായി നടക്കുവാനാണ്. God wants us to be holy in the sight of God. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ വിശുദ്ധരായി ദൈവം കാണുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഭയിൽ പോയിട്ട് ചോദിച്ചു, എത്ര വിശുദ്ധന്മാരിവിടെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും കൈ പൊക്കാനൊരു പേടി. ഇങ്ങനെയൊക്കെ നിൽക്കുക എല്ലാവരും, ആരും ഒന്നും കൈ അങ്ങോട്ട് പൊക്കുന്നില്ല. നമ്മളല്ല നമ്മൾ വിശുദ്ധീകരിച്ചത്, ദൈവം നമ്മളെ ശുദ്ധീകരിച്ചതാണ്. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നിഷേധിക്കുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസം ശൂന്യമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവം നമ്മളെ വിശുദ്ധരെന്ന് വിളിക്കുമ്പോൾ നമ്മൾ ആരാണ് നമ്മൾ വിശുദ്ധരല്ലെന്ന് പറയാൻ? നമ്മൾ വിശുദ്ധരായി തീർന്നത് എൻ്റെയും നിങ്ങളുടെയും മിടുക്കുകൊണ്ടല്ല, കർത്താവ് ചെയ്ത വേലയാണ്. കർത്താവ് ചെയ്ത വേല കൊണ്ടാണ് ഞാനും നിങ്ങളും ശുദ്ധരായി തീർന്നത്. അതിന് വലിയ വില കൊടുത്തു. അവൻ്റെ തിരുരക്തം നമുക്ക് വേണ്ടി ചിന്തി നമ്മെ രക്തത്താൽ ശുദ്ധീകരിച്ചു, രക്തത്താൽ നീതീകരിച്ചു, രക്തത്താൽ വീണ്ടെടുത്തു, രക്തത്താൽ ക്രിസ്തുവിനോടൊപ്പം ചേർത്തു, രക്തത്താൽ നമ്മെ ഓരോരുത്തരെയും ക്രിസ്തുവിൽ ഒന്നാക്കി തീർത്തു. ഹല്ലേലൂയ. ഇത് നമ്മളുടെ പ്രവൃത്തിയല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. യുദ്ധം യഹോവയ്ക്കുള്ളതെന്ന് പറയുമ്പോൾ
നമുക്ക് യുദ്ധങ്ങളുണ്ട്. എന്നാൽ യുദ്ധം നമ്മളല്ല പയറ്റുന്നത്, നമുക്ക് വേണ്ടി പയറ്റുന്ന ഒരു ദൈവമുണ്ട്, സൈന്യങ്ങളുടെ യഹോവയായ യേശുക്രിസ്തു തന്നെ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഞാനും നിങ്ങളും നീതീകരിച്ചതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറ്റമില്ലാത്തവരായി തീർന്നു എന്നാണ്. ഹല്ലേലൂയ. ഇനി ആരെങ്കിലും കുറ്റം വിധിക്കുകയാണെങ്കിൽ അത് പിശാചിനെ വിധിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ചിലപ്പോൾ കൈ ചൂണ്ടും. ശരിയാണ്, പക്ഷെ അത് തെറ്റാണ്. അത് നമ്മൾ വിശ്വസിക്കരുത്. കാരണം പിശാച് നുണയൻ്റെ പിതാവും അതിൻ്റെ അപ്പൂപ്പനുമാണ്. അതുകൊണ്ട് അവൻ നമ്മുടെ ഉള്ളിൽ, ഞാനത് എപ്പോഴും പറയുന്നു, നമ്മുടെ ഉള്ളിൽ പിശാച് പല രീതിയിലും എന്തു ചെയ്യും, പല രീതിയിലും നുണകൾ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്നിടും. അവൻ നുണകൾ കൊണ്ടുവന്നിട്ടാണ് അവൻ്റെ ജയം അവിടെയാണ്, നമ്മൾ തോറ്റു കൊടുത്താൽ. എന്നാൽ ദൈവം നമ്മൾ, അതുകൊണ്ടാണ് വചനത്തിൽ സ്ട്രോങ് ആയിട്ട് നമ്മൾ വചനം വായിച്ച്, വചനം പഠിച്ച്, വചനം മനഃപ്പാഠമാക്കി വചനം പ്രസ്താവിക്കേണ്ട ആവശ്യം. വചനം ഞാൻ സംസാരിക്കാൻ പറയില്ല, പ്രസ്താവിക്കാൻ പറയും. യു നീഡ് ടു സ്റ്റേറ്റ് ദ ഫാക്ട്സ്. സത്യം നമ്മൾ പ്രഘോഷിക്കണം, സത്യം നമ്മൾ പ്രസ്താവിക്കണം, സത്യം നമ്മൾ പ്രസംഗിക്കണം. ഇതെല്ലാം ആധികാരികതയുടെ വാക്കുകളാണ്. പിശാചിനോട് നമ്മൾ സത്യം പറഞ്ഞാലേ അവനെ നമുക്ക് നമ്മളിൽ നിന്ന് അകറ്റാൻ പറ്റുകയുള്ളൂ. റെസിസ്റ്റ് ദ ഡെവിൾ എന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ച വിളിക്കൊത്തവണ്ണം വിശുദ്ധിയിൽ നടക്കുവാൻ ദൈവം നമ്മളെ അനുശാസിക്കുന്നു, വചനം നമ്മളെ അനുശാസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മൾ വിശുദ്ധരാണെങ്കിൽ അതിൽ നിലനിൽക്കേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ വചനം വായിച്ചത് എന്താണെന്നറിയാമോ, നമ്മുടെ ഉള്ളിൽ പിശാച് കൊണ്ടുവന്നിടുന്ന പല രീതിയിലുള്ള എന്താണ് മാലിന്യം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്ന് ഡിഫൈൽമെൻറ്റ് എന്ന് പറയും, ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഡിഫൈൽമെൻറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പൂർണ്ണമായിട്ട് അവിടെ ശുദ്ധി പ്രാപിക്കേണ്ട ആവശ്യമുണ്ട്. ഹല്ലേലൂയ. അതായത് ഞാൻ ഒരു ഉദാഹരണം പറയാം. കുളിച്ച് കഴിഞ്ഞാൽ ഞാൻ ദേഹം മുഴുവനും ഞാൻ ശുദ്ധിയുള്ളവനാ. ഞാൻ നടക്കുമ്പോൾ എന്തു പറ്റും, കാലിൽ ചെളി പറ്റും. അപ്പോൾ ചെളി പറ്റുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ കാല് പോയി കഴുകണം. ഇതാണ് കർത്താവ് നമ്മോട് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ രണ്ടാമത് ചെളി പോയി കുളിക്കുകയല്ല, രണ്ടാമത് നമ്മുടെ കാലിൽ ചെളി പറ്റും, ചെളി നമുക്ക് കഴുകുവാനുള്ള അവസരമുണ്ട്. അതാണ് കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനോട് നമ്മൾ ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റു പറയേണ്ട ആവശ്യം. കർത്താവിൻ്റെ ക്ഷമ നമുക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, അത് ഏറ്റെടുത്താൽ മാത്രം മതി. പക്ഷെ തെറ്റ് ഏറ്റു പറയണം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, നമ്മൾ പലപ്പോഴും തെറ്റ് നമുക്ക് മലയാളികൾക്ക് നമ്മൾ ചെയ്ത ഭാഗം പറയാനൊരു മടിയാണ്. സോറി പറഞ്ഞ് നമ്മൾ നിർത്തും. അപ്പോൾ നമ്മൾ സാറിന് ഞാൻ പറഞ്ഞില്ലേ, സോറി എനിക്ക് വേണ്ടെന്ന് പറയും. സോറി അല്ല നമ്മൾ പറയേണ്ടത്, എനിക്ക് ഈ ഭാഗത്തൊരു തെറ്റ് വന്നു എന്ന് അംഗീകരിക്കുകയാണ് വേണ്ടത്. ഗോഡ് വാണ്ട്സ് അവർ അക്നോളജ്മെൻറ്റ് ദാറ്റ് വി ഹാവ് ഗോൺ റോങ്. തെറ്റ് പറ്റിപ്പോയെന്ന് നമ്മൾ സാധാരണ 2 പേര് തമ്മിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിൽ ഒരാൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറൊരാൾക്ക് ചിലപ്പോൾ 2 പേർക്കും തെറ്റ് പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അവർ സോൾവ് ചെയ്യണം എങ്ങനെയാണ്? സോറി എന്ന് പറഞ്ഞാൽ സോൾവ് ആവുമോ? സോറി അവർ ഉള്ളിൽ തന്നെ കിടക്കും അത്. പക്ഷെ അത് തെറ്റ് പറഞ്ഞ എൻ്റെ ഭാഗത്തൊരു തെറ്റുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മലയാളികൾക്ക് ഭയങ്കര മടിയത്. തെറ്റ് എൻ്റെ ഭാഗത്തൊരു തെറ്റിപ്പോയി, ഞാൻ പറഞ്ഞ വാക്ക് തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം, എന്നിട്ട് ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഹല്ലേലൂയ. നമ്മൾ അംഗീകരിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മുടെ കൾച്ചറിലില്ല അത്. നമ്മൾ സാധാരണ ഇതിങ്ങനെയൊക്കെ ആക്കി ആംഗ്യങ്ങളൊക്കെ കാണിച്ച് രക്ഷപ്പെടാൻ നോക്കുകയാണ്. പക്ഷെ ഗോഡ് വാണ്ട്സ് us to acknowledge. ഇവിടെയാണ് അതിൻ്റെ താക്കോൽ. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോണ ഒരു 5 താക്കോൽ തരാൻ പോവാം. വിക്ടോറിയസ് ലിവിങ്ങിൻ്റെ 5 താക്കോൽ തരാൻ പോവാം. എഴുതി വെച്ചോ. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ജയാളികളായിട്ട്. അടുത്ത ആൾ പറ, വി ആർ മോർ ദൻ കോൺക്രേഴ്സ് ഇൻ ക്രൈസ്റ്റ്. മോർ ദൻ കോൺക്രേഴ്സ് എന്ന് പറഞ്ഞാൽ ജയാളികളുടെ മുകളിലാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് is to become a conqueror. ഒരു കാര്യത്തിനെ അതിജീവിക്കുകയല്ല, അതിൻ്റെ മുകളിൽ മറികടന്ന് അതിൻ്റെ ഉന്നത സ്ഥാനത്തെത്തുന്നതാണ് കോൺകറർ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കേവലം അതിജീവിക്കുകയല്ല, മറിച്ച് ഞാൻ അതിനെ അതിജീവിച്ച് അതിൻ്റെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്നതിനാണ് കോൺകറർ. അതിൻ്റെ മുകളിലെ കർത്താവ് വെച്ചിരിക്കുന്നത്. യു ഹാവ് ബീൻ മെയ്ഡ് മോർ ദാൻ എ കോൺകറർ.
എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ ആ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പദവി അതാണ്, ജയാളിയാണ്. അടുത്ത ആൾ പറ, നിങ്ങൾ ജയാളിയാണെന്ന് പറ. ക്രിസ്തുയേശുവിൽ ജയാളിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പിശാചിൻ്റെ വലിയ തന്ത്രങ്ങൾ ഇതൊക്കെ. പിശാചി നമ്മളെ പാപി 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 പാപി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പോയപ്പോൾ, കർത്താവേ ഞങ്ങൾ പാപികളാണേ, അറിവില്ലാണ്ട് പറഞ്ഞതാ. കർത്താവ് എന്ത് മുകളിൽ നിന്ന് കാണുമ്പോൾ പറയും, എൻ്റെ മക്കളെ ഞാൻ ചെയ്തതൊന്നും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പം ഞങ്ങൾ ബലഹീനരാണേ, ഞങ്ങൾ പാപികളാണേ. ഹല്ലേലൂയ. നമ്മൾ ശുദ്ധരാണ്, കർത്താവിൻ്റെ വിശുദ്ധരാണ്. കണ്ണടച്ചെല്ലാവരും പ്രാർത്ഥിക്കാൻ പോവാ. കർത്താവെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വാസം ഇന്ന് വർദ്ധിക്കട്ടെ. കർത്താവിന് വേണ്ടി നിലനിന്ന് കൊള്ളേണ്ട ഒരു പറ്റം വിശുദ്ധരാണ് ഞങ്ങൾ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്തുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ അധികാരം സ്ഥാപിക്കുവാൻ ദൈവത്തിൻ്റെ ശബ്ദമായിട്ട് ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തതിനായി സ്തോത്രം. ഇന്ന് ലോകത്തിൽ ജീവൻ കൊടുക്കേണ്ട ഞങ്ങളാണ്. കർത്താവിൻ്റെ ജീവൻ ഞങ്ങളിലേക്ക് തന്നു, കർത്താവിൻ്റെ വെളിച്ചം ഞങ്ങളിലേക്ക് തന്നു. ഞങ്ങൾ ഇന്ന് സംസാരിക്കുമ്പോൾ, ഞങ്ങൾ ഇടപാടുകൾ നടത്തുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദവും ദൈവത്തിൻ്റെ ജീവനും ഞങ്ങളിൽ നിന്ന് പുറപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ദൈവത്തിൻ്റെ അധികാര പുരുഷന്മാരും ദൈവത്തിൻ്റെ അധികാര സ്ത്രീകളുമായി ദൈവം ഞങ്ങളെ തീർത്തതിനായി സ്തോത്രം. ദുഷ്ടൻ്റെ സകല തന്ത്രങ്ങളെയും ഞങ്ങൾ എതിർത്തുകൊണ്ട് ഈ ദേശം അനുഗ്രഹിക്കപ്പെടുന്നത് സഭയിലൂടെയാണ്. ദൈവം സഭയെ വെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ അധികാരത്തെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഐക്യമത്യപ്പെട്ടുകൊണ്ട് ദൈവത്തെ ഞങ്ങളൊന്ന് ഉയർത്തുന്നു. യേശുവിൻ്റെ നാമം ഞങ്ങളൊന്ന്, എല്ലാവരും കരങ്ങൾ ഉയർത്തിക്കേ. യേശുവിൻ്റെ നാമം ഞങ്ങൾ ഉയർത്തുന്നു. എല്ലാ നാമത്തെക്കാളും മേലായ നാമം യേശുവിൻ്റെ നാമമാണെന്നും സകല മുഴങ്കാലും അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കുമെന്നും ഞങ്ങൾ ഒരു ശബ്ദത്തിൽ നിന്ന് പ്രസ്താവിച്ചുകൊണ്ട് ദുഷ്ടൻ്റെ സകല തന്ത്രങ്ങളെയും കുതന്ത്രങ്ങളെയും ഞങ്ങൾ എതിർത്തുകൊണ്ട് മഹത്വം ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു രാജാ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാവരും ആമേൻ പറ. ആമേൻ, ആമേൻ, ആമേൻ. അപ്പോൾ ആദ്യത്തെ താക്കോൽ എന്ന് പറയുന്നത്, നമ്പർ 1 കീ ടു വിക്ടോറിയസ് ലിവിങ് is to identify with Christ. ക്രിസ്തുവായിട്ട് താതാത്മ്യപ്പെടണം. റോമർ അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളൊന്ന് പ്രൊജക്റ്റ് ചെയ്യാമോ? റോമർ അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ നമ്മൾ കർത്താവുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്താ പറയുന്നത്? പതുക്കെ ഇത് പതുക്കെ വായിക്കണം, വളരെ സ്ലോ പഠിക്കുകയാണ്. വി ആർ ലേണിംഗ് ടുഡേ. ഇന്ന് നമ്മൾ എന്താണ് വചനത്തിലൂടെ നമ്മൾ വളരെ സ്ലോ ആയിട്ട് കടന്നു പോകുമ്പോൾ അവിടെ പറയുന്നത്, അടുത്ത വാക്യം പാപസംബന്ധമായി മരിച്ചവരായിരുന്ന നാം. അടുത്ത ആൾ പറ, പാപസംബന്ധമായി മരിച്ചവരാണ്. എങ്ങനെ മരിച്ചത്? എങ്ങനെ മരിച്ചു? നമ്മൾ ക്രിസ്തുവിനോടൊപ്പം ക്രിസ്തുവിൻ്റെ കൂടെ കാൽവരി ക്രൂശിൽ ഞാനും മരിച്ചു. ഇന്ന് ബേബി ബ്രദർ വായിച്ച വാക്യം തിരിച്ച് അത് തന്നെ ഞാൻ പറയുകയാണ്. കാൽവരി ക്രൂശിൽ ക്രിസ്തു മരിച്ചപ്പോൾ ഞാനും കൂടെ അവൻ്റെ കൂടെ. അതാണ് ദൈവം നമ്മളെ ക്രിസ്തുവിലാക്കുന്നതിന് വേണ്ടിയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള വിശുദ്ധ കൂട്ടായ്മയിൽ ദൈവം എന്നെയും ചേർത്തു. ആവശ്യമുണ്ടായിരുന്നില്ല, പക്ഷെ ദൈവം, അതാണ് ആ സ്നേഹം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ആ വിശുദ്ധ കൂട്ടായ്മ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവുമായിട്ടുള്ള സമൂഹത്തിൽ ക്രിസ്തുവിൽ എന്നെ ചേർത്തു. ഹല്ലേലൂയ. ആ ക്രിസ്തുവിൽ എന്നെ ചേർത്തത് കൊണ്ട് ആ വിശുദ്ധ കൂട്ടായ്മയിൽ വിശുദ്ധർക്കുള്ളതാണ്. അപ്പൊ ഞാൻ എങ്ങനെയായി തീർന്നു? എന്നെ ദൈവം ശുദ്ധീകരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം, നമ്മൾ എത്ര പേര് നല്ല ശുദ്ധന്മാരുണ്ട്? എന്നെ കർത്താവ് ശുദ്ധീകരിച്ചത് ആ കൂട്ടായ്മയിൽ ചേർക്കുവാനാണ്. ഹല്ലേലൂയ. നിങ്ങളെയും എന്നെയും ചേർത്തത് നമ്മളെ ശുദ്ധീകരിച്ചാണ്. അല്ലെങ്കിൽ അവിടെ കയറാൻ പറ്റില്ല. നമ്മൾ ആരുടെ കൂടെ ഇരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ കൂടെ ഇരിക്കുന്നത്. എഫീസ്യർ
2-ാം അധ്യായം 6-ാം വാക്യം, ഉയരങ്ങളിൽ ക്രിസ്തുവിനോടൊപ്പം നമ്മളെ ഇരുത്തിയിരിക്കുകയാണ്. നമ്മൾ ആരുടെയും മിടുക്കല്ല, നമ്മളെ ഇരുത്തിയതാണ്. എങ്ങനെ ഇരുത്തിയത്? നമ്മളെ ജീവിപ്പിച്ചു, നമ്മളിലേക്ക് ജീവൻ്റെ ആത്മാവിനെ തന്നു. കർത്താവിൻ്റെ പുനരുത്ഥാന ശക്തി നമ്മെ വന്നു തൊട്ടു. മരിച്ചു കിടന്ന, പാപത്തിലും അകൃത്യത്തിലും മരിച്ചു കിടന്നവനായ എന്നെ അവൻ ജീവിപ്പിച്ചു. ജീവിപ്പിക്കുക മാത്രമല്ല, ഉയർത്തി. ഉയർത്തിയത് മാത്രമല്ല, ഇരുത്തി. എല്ലാവരും പറഞ്ഞേ, ജീവിപ്പിച്ചു, ഉയർത്തി, ഇരുത്തി. കേട്ടില്ല? ജീവിപ്പിച്ചു, ഉയർത്തി, ഇരുത്തി. പറ, ജീവിപ്പിച്ചു, ഉയർത്തി, ഇരുത്തി. ഇപ്പൊ കർത്താവിൻ്റെ കൂടെ ഞാൻ ഇരിക്കുന്നത്, വിശുദ്ധ കൂട്ടായ്മയിൽ ഞാൻ പങ്കാളിയാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയാമോ? നമ്പർ 1 കീ ടു വിക്ടോറിയസ് ലിവിങ്. എന്തിനാ വിക്ടോറിയസ് ലിവിങ്? നമ്മൾ തോൽവി അനുഭവിക്കുന്നവരല്ല. അയ്യോ, വിശ്വാസിയായി തോറ്റ്. ഇതാണ് നമ്മുടെ വിശ്വാസികളുടെ മനോഭാവം. മുഖം കണ്ടാ അറിയാം. ഞാൻ പലരുടെ മുഖം നോക്കിയിട്ട് ഒരു പ്രസാദമില്ല, ഒരു ഉഷറ് വേണ്ടേ? നമ്മൾ ആരെയാ പ്രാപിച്ചിരിക്കുന്നത്? അടുത്ത ആളൊന്ന് ഉന്തിക്കെട്ട് പറഞ്ഞേ, കർത്താവിൽ നിന്ന് നമ്മൾ കുറെ പ്രാപിച്ചിരിക്കുകയെന്ന് പറ. അവകാശികളാണ്. ഈ മാനത്ത് കുറെ കാക്കകളൊക്കെ ഇങ്ങനെ പറക്കണ കണ്ടിട്ടുണ്ട്. നഷ്ടപ്പെട്ട എന്നാ പരുന്തുകൾ പറക്കാൻ കണ്ടാ റോയലായിട്ട് പറക്കുള്ളൂ അവര്. ഈ കാക്ക എന്ന് പറയാണ്ട് വിശ്വാസികളെല്ലാം ഈ കാക്ക നിർത്താൻ പറ. അങ്ങോട്ടും പറഞ്ഞേ, ഈ കാക്ക നിർത്താൻ പറ. സത്യമായിട്ടുള്ള കാര്യമാണ് പറയണത്. ഞാനിപ്പോൾ ഈ ഇത്ര നാൾ ഈ പാസ്റ്ററായിട്ടുണ്ടല്ലോ, പല വ്യക്തികളെ ഞാൻ ഇന്ന് നോക്കും. ഈ കാക്ക എന്ന ശബ്ദം എല്ലായിടത്തും കേൾക്കണം. ഞാൻ ഒന്ന് നിർത്താവൂ അത്? നിധി കിട്ടിയവനെ പോലെ നടക്ക് യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ ഈ എൻ്റെ ജോലിയെല്ലാം വിട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് ഒരു കസിൻ എന്നെ, പുള്ളി അമേരിക്കയില, അയ്യോ കഷ്ടപ്പെട്ട, അയ്യോ എല്ലാം പോയല്ലേ. ആര് പറഞ്ഞു പോയെന്ന്? ഞാൻ ആരാ പ്രാപിച്ചിരിക്കുന്നത്? ഞാൻ കർത്താവിനെ പ്രാപിച്ചവനാ. അവൻ്റെ വായപ്പ അടഞ്ഞ്. പിന്നെ വിശ്വസിച്ചൊന്നുമില്ല. 5-6 വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ വീടിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുക പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. നമ്മളുടെ മട്ടും ഭാവം എല്ലാം, നമ്മുടെ മനോഭാവം എപ്പോഴും ക്രിസ്തുവിനെ പ്രാപിച്ചവനായിട്ടാണ്. എനിക്ക് നിധി കിട്ടി, നഷ്ടക്കച്ചവടം എല്ലാം കഴിഞ്ഞ് ഇങ്ങനെയാ മനുഷ്യന്റെ മനോഭാവം മാറ്റാൻ സമയമായിട്ടാ. ഹല്ലേലൂയ. അവന് വേണ്ടി നിൽക്ക്, നിന്റെ ബിസിനസ് ഉയരും. ബിസിനസ്സോട് പ്രവചിക്കേണ്ടത് ഞാനാ. ഹല്ലേലൂയ. സ്പീക്ക് ടു യുവർ ബിസിനസ്. നിന്റെ ബിസിനസ്സിനോട് പറ, യേശുവിന്റെ നാമത്തിൽ മരിച്ചു കിടക്കുന്ന ബിസിനസ് ഉയരട്ടെ. അധികാരം നമ്മുടെ നാവിലുണ്ട്. ജോലി വരട്ടെ, ഉയർച്ച വരട്ടെ. എന്ത് കഷ്ടം. നമ്മുടെ മനോഭാവം മാറ്റാൻ സമയമായി. കർത്താവിൻ്റെ മരണത്തിലും അവൻ്റെ അടക്കത്തിലും അവൻ്റെ പുനരുദ്ധാനത്തിലും നാം പങ്കാളികളാണ്. അവന് പുതുജീവൻ, അവന് ഉയർത്തെഴുന്നേറ്റതുപോലെ ഞാനും പുതുജീവനിലേക്ക് ഉയർത്തെഴുന്നേറ്റു. ഐഡന്റിഫൈ വിത്ത് വാട്ട് ക്രൈസ്റ്റ് ഡിഡ് ഓൺ ദ ക്രോസ് ഓഫ് കാൽവറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധി പോകുന്നത്, എന്നെ ക്ഷമിക്കണം, കർത്താവിനെ ക്ഷമിക്കണം. ക്ഷമിച്ച തീർച്ചയായിട്ടും ക്ഷമ ലഭിച്ചു. നമ്മൾ ഇന്ന് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞില്ലേ, അംഗീകരിച്ചാൽ മാത്രം മതി. ഇതേവിടെ ഒരു പാട്ട് പാടിയെന്ന്, കർത്താവെ വീണ് പൊളിഞ്ഞ് ഞാനെല്ലാം എന്ന് ഭയങ്കര പാട്ടൊക്കെ പാടി. അത് ശരിയാണ്. നമ്മൾ എത്ര പേര്, ഞാൻ വീണിട്ടുണ്ട്, എത്ര പേര് വീണിട്ടുണ്ട്. എല്ലാവരും വീഴും അല്ലേ? ആരെങ്കിലും വീഴാതുണ്ടോ? എനിക്കൊന്ന് കാണണവരാ, സഭയുണ്ട്, നമുക്ക് കാണാം. എല്ലാം വീഴും, പക്ഷെ നമ്മൾ എഴുന്നേക്കും. വീഴും, പറ അടുത്ത ആൾ, എഴുന്നേക്കും എന്ന് പറ. എഴുന്നേക്കും, വീഴും. ദാറ്റ് ഇസ് നമ്മളെ ദൈവം തന്നിരുന്ന ശക്തി. അതാ, വീണവിടെ കിടക്കാനല്ല,
എഴുന്നേൽക്കും ഞാൻ. ഹല്ലേലൂയ. ഞാൻ കർത്താവിന് വേണ്ടി പ്രാപിക്കും. ഞാൻ കർത്താവിനെ ഉയർത്തും. അവൻ്റെ നാമത്തെ ഞാൻ ഉയർത്തും. അവൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കും. അവനെ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. That is the mandate God has placed on me. ദൈവം എൻ്റെ മേൽ വെച്ചിരിക്കുന്ന ആ മാൻഡേറ്റ്, കമ്മീഷൻ അതാണ്. കർത്താവിൻ്റെ ഹിതം പൂർത്തിയാക്കുവാൻ തന്നെയാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം നമുക്ക് ചിലപ്പോൾ എവിടെയെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ 2-3 ആഴ്ച ഇപ്പോൾ എല്ലാം മിക്കവാറും ഞാൻ കോഴിക്കോടാ. അതിനെന്താ, വാട്ട് ഇസ് ദാറ്റ്? ഞാൻ ഇനി കുന്നംകുളത്തും പോകാൻ ആഗ്രഹിക്കുക. പ്രാർത്ഥിക്കണം കേട്ടോ ഞങ്ങൾക്ക് വേണ്ടി. ഞങ്ങൾ ഭയങ്കര യാത്രയാണ്, പല സമയത്ത് ഞങ്ങൾ യാത്രയാണ്. അടുത്ത ആഴ്ച ഞാൻ കോഴിക്കോടാ. പ്രാർത്ഥിക്കണം. കാരണം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. വിൽ പ്രേ ഫോർ യു ഓൾസോ. കാരണം എന്താണെന്നറിയാം, നമ്മൾ അന്യോന്യം നമ്മൾ താങ്ങണം. പല രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വേണം? പ്രാർത്ഥനയിൽ താങ്ങണം. അപ്പോൾ പ്രാർത്ഥനയിൽ താങ്ങുമ്പോൾ നിങ്ങളുടെ കാര്യം കർത്താവ് നോക്കും, എൻ്റെ കാര്യം കർത്താവ് നോക്കിക്കോളും. ദാറ്റ് ഇസ് ദ ഹോൾ തിങ്. നമ്മൾ അതുകൊണ്ട് നമ്മുടെ ദേവദാസിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദേവദാസിന് കർത്താവിൻ്റെ കൃപ, ദേവദാസിന് കർത്താവിൻ്റെ ശക്തി, ദേവദാസിന് കർത്താവിൻ്റെ പരിജ്ഞാനം എല്ലാം വരുമ്പോഴൊന്ന് സഭ അങ്ങോട്ട് ഉയരും. സഭ പഴയതുപോലെ ചത്ത് കിടക്കല്ല. ഉറങ്ങിക്കിടക്കുന്ന സഭയെ എഴുന്നേൽക്കുക എന്ന് പൗലോസ് പറഞ്ഞില്ലേ? അടുത്ത ആൾ പറയാം എഴുന്നേക്കാൻ സമയമെന്ന് പറ. പ്രവചനാത്മകമായിട്ട് പറയാം എഴുന്നേക്കാൻ സമയമായിട്ടാ. തട്ടിക്ക് പറ എഴുന്നേക്കാൻ സമയമെന്ന് പറ. മതി ഉറങ്ങിയത് മതി. അടുത്ത ആൾ പറ ഉറങ്ങിയത് മതി എന്ന് പറ. 4 മണിക്കല്ലേ പാസ്റ്റർ പ്രാർത്ഥന? 3 മണി മുതൽ ആമ്പാ. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? അവർ രക്ഷപ്പെടും, നിങ്ങൾ രക്ഷപ്പെടില്ല. എന്നോടൊരു പാസ്റ്റർ പറഞ്ഞാൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കണം. എന്തിനാണ് പറഞ്ഞത്? പരിശുദ്ധാത്മാവ് പറഞ്ഞേ. കൂടുതൽ ആത്മാവിനെ ദോഷികളായ ഞങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുവാൻ അറിയുമെങ്കിൽ സ്നേഹിക്കുന്ന സ്വർഗസ്ഥനായ പിതാവ് യാചിക്കുന്നവർക്ക് എത്രമാത്രം പരിശുദ്ധാത്മാവിനെ നൽകും. ചോദിക്കുക, പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കുക. ഹല്ലേലൂയ. എല്ലാവരും കണ്ണടച്ച് പറഞ്ഞേ, ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമെന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. കർത്താവേ, എനിക്ക് കൂടുതൽ വേണം, കൂടുതൽ ശക്തി വേണം, കൂടുതൽ എനിക്ക് ആത്മാവിനെ വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ ഒന്നാമത്തെ കാര്യം പറഞ്ഞ്, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സബ്മിറ്റ് ടു ഗോഡ്. നമ്മൾ ദൈവത്തിന് പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ എന്ത് ചെയ്യണം? സമർപ്പിക്കണം. പിശാചിനെ ജയിക്കണമെങ്കിൽ, പാപത്തെ ജയിക്കണമെങ്കിൽ സമർപ്പണം വളരെ ഇമ്പോർട്ടൻ്റാ. ഹല്ലേലൂയ. എന്തിനാ സമർപ്പിക്കുന്നത്? നമ്മളെ നമുക്ക് ഒരു ഭാവം കൂടുതലാ, ഒരു കൊമ്പ് കൂടുതലാ നമുക്ക്. നെകളം. അടുത്ത ആൾ പറ സോറി എന്ന് പറ. നെകളം കുറച്ച് കൂടുതലാണെന്ന് പറ. നമ്മളങ്ങനത്തെ ടൈപ്പൊന്നുമല്ല. നമ്മളാ ടൈപ്പേ അല്ല. വെറുതെ ഇരിക്കും. കഴിഞ്ഞ ദിവസം നല്ല സാരി ഉടുത്തപ്പോൾ ഒന്നും നെളിഞ്ഞില്ലേ? സത്യമല്ലേ? നല്ലൊരു ഉടുപ്പിട്ടപ്പോൾ 4 പീപ്പിൾസ് കാണാൻ വെറുതെ ഇരി. സത്യമായി പറയണത് അല്ലേ? എല്ലാവരുടെയും ഇത് മനുഷ്യ സ്വഭാവമാണത്. നെകളം, പ്രൈഡ് ഓഫ് ലൈഫ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയണെന്താ അറിയോ? നമ്മൾ ലോകത്തെ സ്നേഹിക്കുന്നു എന്നാ. അറിയാതെ സ്നേഹിച്ചു പോകുന്ന ഞാനും നിങ്ങളൊക്കെ ചെയ്യുന്ന കാര്യം പറയണത്. വാച്ചൊക്കെ ഇട്ടില്ലെങ്കിൽ ഒന്ന് കുലുക്കുന്നു. 4 പേര് കാണാൻ വേണ്ടിയാ, വേറെ ഒന്നിനല്ല. നടക്കാൻ വേണ്ടി ഭാവിയിൽ ഇങ്ങനെ കുലുക്കി കഴിയുമ്പോൾ എല്ലാവരും കിലി. 1 യോഹന്നാൻ 2-ാം അധ്യായം 15-ാം വാക്യം വായിക്കും. 1 യോഹന്നാൻ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും. എൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അടുത്ത ആളെ സ്നേഹിക്കേണ്ടതല്ല കേട്ടാ. വയറ്റിലേന്ന് വന്ന ആളെ സ്നേഹിക്കേണ്ടതല്ല, അതൊന്നുമല്ല. അളംകുളത്തു നിന്നുള്ള ആളെ സ്നേഹിക്കേണ്ടെന്നല്ല. ലോകം എന്ന് പറഞ്ഞ ആഗ്രഹങ്ങളാണ്. അത് വേറെ അർത്ഥമുണ്ട് അവിടെ. ലോകം മീൻസ് ആഗ്രഹങ്ങൾ. ആഗ്രഹങ്ങൾ എവിടെന്നാ വന്നത്? എവിടെന്നാ? നമ്മുടെ ജീവിതത്തിൻ്റെ അവരും ഇവരെയൊക്കെ കാണുമ്പോൾ അവനുണ്ട്, എനിക്കും വേണം. അതാണ് നമ്മൾ ലോകമായിട്ട് നമ്മളെ തന്നെ താരതമ്യപ്പെടുത്തുമ്പോൾ അവനില്ലാത്തത് എനിക്ക് വേണം. എന്നാലേ എനിക്ക് ഞെളിയാൻ പറ്റുള്ളൂ. അവൻ്റെ ഇല്ലാത്തത് എനിക്ക് വേണം. ഇതാണ് ലോകം.
ലോകത്തിൻ്റെ ഒന്നിനെയും എന്ത് ചെയ്യാൻ പാടില്ല? സ്നേഹിക്കാൻ പാടില്ല. അടുത്ത വാക്യം വായിക്ക്. പിതാവിൻ്റെ സ്നേഹം. ഇതാണ് കർത്താവിന് നമ്മൾ കീഴ്പ്പെടുക എന്ന് പറയുന്നത്. ഇത് താഴെ വെക്കണം. നമ്മുടെ ആഗ്രഹങ്ങളുണ്ടല്ലോ, അത് താഴെ വെക്കണം. ഞാൻ ഇന്ന് രാവിലെ മലയാളം രാവിലത്തെ സർവീസിൽ പറയായിരുന്നു, ഈ ഓരോരുത്തൻ്റെ ഫോണൊക്കെ ഇപ്പോൾ ചെറിയ ഫോണൊന്നുമല്ല, 72,000 രൂപയുടെ ഫോണ്. ഞാൻ ഒത്തിരി പേരെ വിളിക്കുന്ന ആളാണ്, എനിക്കിതൊരു ആവശ്യം വന്നിട്ടില്ല. ഞാൻ 8,000 രൂപയുടെ ഫോൺ ഉപയോഗിക്കണം. ഞാൻ ഇന്ന് എന്നോട് മറ്റേ മിഷൻ ഫണ്ടിലേക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ നല്ലൊരു തുക കൊടുത്തു. കാരണം എൻ്റെ കാശുണ്ടായിരുന്നു. ഈ ഫോൺ മേടിച്ചിരുന്നെങ്കിൽ കാശ് പോയേനെ. എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഈ പഴഞ്ഞ ഫോൺ മാറ്റി വേറെ ഫോൺ മേടിക്കാൻ പറഞ്ഞു. ഞാൻ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു കൊല്ലോടെ തള്ളാൻ പറ്റുമെങ്കിൽ നോക്കട്ടെ. ഞാൻ എന്തിനാ പറയണമെന്നറിയാമോ? ഞാൻ അവനോട് ചോദിച്ചാടാ, മോനെ എന്തിനാണ് ഈ ഫോണെന്ന്. എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ ഐഫോണാണ്. അപ്പോൾ നമ്മൾക്കും അങ്ങനെ കുറയ്ക്കാൻ പറ്റുമോ? അവൻ്റെ 1,50,000 രൂപയുടെ ഫോണാണ് അവൻ്റെ കയ്യിലുള്ളത്, കുറയ്ക്കാൻ പറ്റുമോ? ഇത് കൈ തേച്ച് കളയാൻ വേണ്ടിയാ. ഇങ്ങനെ തേച്ച് കയ്യെല്ലാം ഒരഞ്ഞ് ബാക്കിയുണ്ടാവില്ല. എന്തിനു വേണ്ടിയാ? മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് ഞെളിയാൻ വേണ്ടിയാ. റോങ്. പാപമാ. നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട. ഇത് തന്നെ ജീവനത്തിൻ്റെ പ്രതാപം. അതിൻ്റെ താഴത്തേക്ക് വായിക്കാൻ പറഞ്ഞത് എന്താണെന്ന്. കൺമോഹം, ജഡമോഹം. അത് പോട്ടെ, രണ്ടും ഇല്ല നമുക്ക്. നമ്മൾ അങ്ങനത്തെ ആ തരത്തിലുള്ള ആൾക്കാരല്ല. കൺമോഹം ഇല്ല, ജഡമോഹം ഇല്ല. അതിൻ്റെ അടുത്തെന്താണ്? അതാണ് ഉള്ളത്. അടുത്ത ആൾ പറ, അവിടെയാണ് നമ്മൾ തോറ്റുപോയെന്ന് പറ. ജീവനത്തിൻ്റെ പ്രതാപം. ഞാൻ എന്തൊക്കെയാണെന്നുള്ള സ്ഥാപനം. ഇവിടെയാണ് കർത്താവ് പറയുന്നത്, സബ്മിറ്റ് ടു ഹിം. ലോകത്തിന് നമ്മൾ കീഴ്പ്പെടരുത്. ലോകത്തിന് മുമ്പിൽ നമ്മൾ മുട്ടുകുനിക്കേണ്ട ആവശ്യമില്ല. കർത്താവിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. അടുത്ത ആൾ പറ, കർത്താവിനായി സമർപ്പിക്കുക എന്ന് പറ. രണ്ടാമത്തെ താക്കോല ഞാൻ പറഞ്ഞത്. ജയാളിയായി ജീവിക്കുവാനുള്ള ചില താക്കോലുകൾ പറയണ്ട, എഴുതി വെച്ചോ. ഒന്നാമത്തെ താക്കോല് ഞാൻ പറഞ്ഞത് എന്താ? ക്രിസ്തുവുമായിട്ട് താതാത്മ്യപ്പെടണം. അവൻ്റെ മരണം, അവൻ്റെ അടക്കം, അവൻ്റെ പുനരുത്ഥാനത്തിൽ ഞാൻ പങ്കാളിയായി താതാത്മ്യപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിനോടൊപ്പം ഞാൻ മരിച്ചു എന്ന് വിശ്വസിക്കണം. എന്തിനാ ക്രിസ്തുവിനൊപ്പം മരിക്കണം? പാപസംബന്ധമായി മരിച്ചവർക്ക്, ഇന്ന് നമ്മൾ കേട്ടില്ലേ, പാപസംബന്ധമായി മരിച്ചാലേ എന്തുള്ളൂ? ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പറ, സമർപ്പിക്കുക. എല്ലാവരും പറ, സമർപ്പിക്കുക എന്ന് പറ. മൂന്നാമത്തെ പോയിന്റ്, ഹല്ലേലൂയ, ആത്മാവിൻ്റെ തലത്തിൽ കയറുക. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളെ ദൈവം ആത്മീയരായിട്ട് സൃഷ്ടിച്ചത്, ദൈവത്തിൻ്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിച്ചതാണ്. പ്രതിച്ഛായൽ എന്ന് പറഞ്ഞാൽ ദൈവത്തെ പോലെ തന്നെ നമുക്ക് അതേ സവിശേഷതകളോടുകൂടി ദൈവം നമ്മൾ സൃഷ്ടിച്ചത്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, നമുക്ക് ശരീരത്തെ തന്നു. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ മനുഷ്യൻ്റെ ആത്മാവ് മരിച്ചു. പ്രാണൻ ടുക്ക് ഓവർ എന്ന് പറഞ്ഞാൽ പ്രാണൻ മുമ്പിൽ കയറി. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. ഞങ്ങൾ ചെറുപ്പത്തിൽ, ഞങ്ങൾ 5 വയസ്സ് വരെയും ഞങ്ങൾ കാളവണ്ടി പോയിട്ടുണ്ട്. എറണാകുളം അന്ന് കുഗ്രാമമായിരുന്നു. ഞങ്ങൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ പല സ്ഥലത്തും പോകുമ്പോൾ കാളവണ്ടി ഞങ്ങൾക്ക് കൂട്ടുമായിരുന്നു. കാളവണ്ടി എന്ന് എറണാകുളത്ത് ഓടിയിരുന്നു. ചെന്നൈയിലൊക്കെ കുതിരവണ്ടിയായിരുന്നു, ബാംഗ്ലൂരും കുതിരവണ്ടിയാണ്. ഇപ്പോൾ അതൊന്നും കാണില്ല, അന്നുണ്ടായിരുന്നു. എറണാകുളത്തെ കുതിരയില്ല, ഇവിടെ എല്ലാം കാളകളേ ഉള്ളൂ. ഇപ്പോൾ കാളവണ്ടി. ഞാൻ കാളവണ്ടി പല പ്രാവശ്യം കയറിയിട്ടുണ്ട്. ഇങ്ങനെ കുടുങ്ങിയൊക്കെ പോയിട്ടുണ്ട്. നിങ്ങൾക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഈ യുഗത്തിലാക്കി പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? നമ്മുടെ റോട്ടിൽ കൂടെ കാളവണ്ടി പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല, ഭയങ്കര പാടാണ്. കാള വണ്ടിയെ വലിക്കുന്നത് കേട്ടിട്ടുണ്ട്, വണ്ടി കാളയെ വലിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇപ്പം നമ്മൾ അങ്ങനെ ചെയ്യണത്. ആത്മാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രാണൻ്റെ മേഖല ആത്മാവിനെ വലിക്കാൻ തുടങ്ങി. എങ്ങനെ ഉണ്ടെന്ന് നോക്ക്. ഇവിടെയാണ് നമ്മുടെ മിസ്റ്റേക്ക്. ആത്മാവിൻ്റെ മേഖല ചത്തുപോയി, പിന്നെ വലിച്ചുകൊണ്ട് പോകണ്ടേ? അതാണ് ഈ വലിക്കണത്. അതിനാൻ്റെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു, ആത്മാവിന് ജീവൻ നൽകുവാനാണ്. ഹല്ലേലൂയ. ആത്മാവിന് ജീവൻ നൽകിയാണ് ഇന്ന് ആത്മീയ തലത്തിലേക്ക് കയറാൻ നമുക്ക് സാധിക്കുന്നത്.
അതിൻ്റെ റോമർ 8-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിക്കും. റോമർ 8:2. റോമർ 8:2. ഇത് നമുക്ക് ശരിക്കും എല്ലാവരും വായിക്കണം കേട്ടോ. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം. അതെന്താണത്? നമ്മൾ ഏത് പ്രമാണത്തിലാണ് ഇപ്പോൾ ഉള്ളത്? നമ്മൾ ആത്മാവിൻ്റെ പ്രമാണത്തിലല്ല കർത്താവിനെ അറിയണേക്കാൾ മുമ്പുണ്ടായിരുന്നത്. കർത്താവിനെ അറിയണേക്കാൾ മുമ്പ് നമ്മൾ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിലാണ്. ആ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് നമ്മൾ ക്രിസ്തുയേശുവിൻ്റെ പുനരുദ്ധാന ശക്തി നമ്മളെ തൊട്ടപ്പോൾ നമ്മൾ വേറൊരു തലത്തിലേക്ക് കയറി. അത് വിശ്വസിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ആത്മാവിൻ്റെ തലത്തിലാണ് നടക്കുന്നത്. ഞാൻ ചലിക്കുന്നത് ഐ ആം ഇൻ ദ സ്പിരിച്വൽ റെൽം. വേറൊരു മേഖലയിലാണ്, വേറൊരു മണ്ഡലത്തിലാണ് ഞാൻ. ഈ ആത്മീയ മണ്ഡലത്തിൽ ജയാളിയാണ്. നമ്മുടെ ഇന്ത്യ കാർഗിൽ യുദ്ധം എന്ന് പറഞ്ഞ യുദ്ധം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എത്ര പേർക്ക് കാർഗിൽ യുദ്ധം ഓർമ്മയുണ്ട്? കുറേ പേര് കേട്ടിട്ട് പോലുമില്ല. പോട്ടെ, ഇന്ത്യ നടക്കണ വല്ലതൊക്കെ പത്രം വായിക്കും. കേട്ടിട്ടില്ല അല്ലേ? യുദ്ധം ഉണ്ടായിരുന്നു, കാർഗിൽ യുദ്ധം ഉണ്ടായിരുന്നു. കാർഗിൽ യുദ്ധത്തിൽ നമുക്ക് ഒത്തിരി പട്ടാളക്കാർ നഷ്ടപ്പെട്ടു. കാരണം കാർഗിൽ നല്ല ഉയർന്ന ഒരു മലയാണ്. നമ്മുടെ ശത്രു സൈന്യം ഈ കാർഗിലിൻ്റെ മുകളിൽ കയറി അഡ്വാൻറ്റേജ് ഉണ്ട്. താഴത്തേക്ക് പടപടപടാന്ന് വെടിവെക്കാൻ പറ്റും. ടോ 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 എന്ന് വെടിവെച്ചാൽ മതി. മുകളിലേക്ക് വെടിവെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ തലേന് വീഴും. അപ്പോൾ മുകളിലേക്ക് വെടിവെക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് ചെയ്ത് ഇവരവിടെ പടപടപടാന്ന് താഴേക്ക് വെടിവെച്ച് നമ്മുടെ എല്ലാ പട്ടാളക്കാരെയും കൊന്നു. അങ്ങനെയാണ് പിന്നെ നമ്മൾ വേറൊരു പുതിയ തോക്ക്, ബോഫോഴ്സ് എന്ന് പറയുന്ന തോക്കുണ്ടായിരുന്നു. അതങ്ങ് മാനം വരെ പോകുന്ന 10-20 തെങ്ങിൻ്റെ മുകളിലേക്ക് വെടി പോണ സാധനമാണ് ബോഫോഴ്സിൻ്റെ. അത് എവിടെന്നോ പൊടിയൊക്കെ തട്ടിയെടുത്ത് അവിടെ എവിടെ കിടക്കായിരുന്നു. അതിന് കുറച്ച് മണ്ണെണ്ണയൊക്കെ ഇട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഇട്ട് എല്ലാം ഒന്ന് ക്ലിയറാക്കി 2 പടക്കം പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ മുകളിലെത്തി. അങ്ങനെയാണ് നമ്മൾ യുദ്ധം ജയിച്ചത്. അവൻ്റെ ആ സാധനം ഇല്ലായിരുന്നു, നമ്മുടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് യുദ്ധം ജയിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ അറിയോ? മുകളിൽ എപ്പോഴും അഡ്വാൻറ്റേജാണ്. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ആത്മാവിൽ ഉയരുമ്പോൾ ടോ 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 എന്ന് വെടിവെക്കാൻ എളുപ്പമാണ്. ഹല്ലേലൂയ. അടുത്തുള്ളത് ആത്മാവിൻ്റെ മണ്ഡലത്തിൽ കയറാൻ പറ. ഗെറ്റ് ഇൻ ടു ദ സ്പിരിച്വൽ റെൽം. ഗെറ്റ് ഇൻ ടു ദ സ്പിരിച്വൽ റെൽം. കർത്താവിൻ്റെ കൂടെ നമുക്ക് ഉയരങ്ങളിൽ പറക്കാൻ പറ്റും. ഹല്ലേലൂയ. ഈ കാക്ക എന്ന് പറയുമ്പോഴല്ല, നമ്മൾ ഏത് പ്രതികൂലങ്ങളുടെ മുകളിലേക്ക് ആത്മാവിൽ ഉയരുവാൻ ദൈവം നമുക്ക് പരിശുദ്ധ ആത്മാവിനെ തന്നു. ആത്മാവിൽ നമുക്ക് ഉയരങ്ങളിൽ ഇരിക്കാൻ പറ്റും. ശത്രുവിൻ്റെ മുകളിൽ അഡ്വാൻറ്റേജ് കിട്ടുന്നത് ആത്മാവിലായി തീരുമ്പോഴാണ്. അവിടെ നമ്മൾ മറ്റേ പ്രമാണത്തെ, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തെ തോൽപ്പിക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. ആത്മാവിൻ്റെ പ്രമാണത്തിലേക്ക് കയറണോ? എത്ര പേർക്ക് കയറണം? നമ്മൾ കയറിയിരിക്കുക. നമ്മൾ അത് വിശ്വസിച്ചാൽ മാത്രം മതി. ഐ ആം ഇൻ ദി സ്പിരിച്വൽ റെൽം. സ്പിരിച്വൽ റെൽമിൽ അഡ്വാൻറ്റേജ് നമുക്കാ കൽപ്പിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? യേശു ക്രിസ്തു 40 ദിവസം ഉപവസിച്ചതിന് ശേഷം പിശാച് വന്ന് ട്രബിൾ ചെയ്യാൻ തുടങ്ങി. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകുവാൻ കൽപ്പിക്കുക. ഇങ്ങനെ പലതും പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു താഴ്ത്തലായിരിക്കണത്, യേശു ക്രിസ്തു മുകളിലാണ്. ഓരോ വാക്കുകൾ പറയുമ്പോഴല്ല, ബുള്ളറ്റ് അടിക്കുകയാണ്, ടക്ക ടക്ക ടക്ക. ഹല്ലേലൂയ. അടുത്തുള്ള വചനം വായിക്കാൻ പറ, വചനം പഠിക്കാൻ പറ. ബുള്ളറ്റ് കയ്യിലാണ്, ഇന്ധനം വേണം വെടിവെക്കണമെങ്കിൽ. ആത്മീയ തലത്തിൽ ഇരുന്നിട്ട് കാര്യമില്ല. എന്തു വേണം? വെടിയുണ്ട വേണം. വചനം വായിക്കാൻ പറ. അടുത്ത ആൾ പറഞ്ഞേ വചനം വായിക്കാൻ പറ. വചനം ഇന്ന് എത്ര 5 ചാപ്റ്റർ അല്ലേ? 5 അധ്യായം. പാസ്റ്റർ പറഞ്ഞു 5 അധ്യായം എന്ന്. വിവരം വേണം, വചനം വേണമെന്ന്. വിവരമല്ല വേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ മൂന്നാമത്തത് എന്താണ്? ആത്മീയ മണ്ഡലത്തിൽ കയറണം. ആദ്യത്തെ എന്താ? ഫസ്റ്റ് കേട്ടില്ല.
ദൈവമായിട്ട് താതാത്മ്യപ്പെടണം. ദൈവത്തിൽ നമ്മൾ ആരാണ്, ക്രിസ്തുവിൽ ഞാൻ ആരാണെന്ന് അറിയുന്നത് ക്രിസ്തുവിനെ കൂടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴാണ്. ക്രിസ്തുവിൽ മരിച്ചു, ക്രിസ്തുവിൽ ഉയർത്തു, ക്രിസ്തുവിൽ ജീവിക്കുന്നു. ക്രിസ്തുവിൽ ഞാൻ ആരാണെന്ന് അറിയണം. ഇവിടെയാണ് പിശാച് നമ്മൾ തോൽപ്പിക്കുന്നത്. ഹല്ലേലൂയ. വിവരക്കേട് പറയരുത് കേട്ടാ. കർത്താവിൻ്റെ വിവരം സത്യവചനം. ഇത് സത്യമല്ലാതെ വേറെ ഒന്നുമല്ല, ഇത് സത്യമാണ്. ഈ സത്യം നമ്മൾ വായിൽ പ്രസ്താവിക്കാൻ നമ്മൾ പഠിക്കണം. നുണ പറയുമ്പോഴല്ല, അതിൻ്റെ മേലൊരു സത്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ദൈവത്തിനായി നമ്മളെ തന്നെ സമർപ്പിക്കുക. മൂന്നാമത്തെ കാര്യം, എൻറ്റർ ഇൻ ടു ദ സ്പിരിച്വൽ റെൽം, അതായത് ആത്മീയ മണ്ഡലത്തിൽ പ്രവേശിക്കണം. കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം ചെയ്ത്, നമ്മളൊന്നും ചെയ്യേണ്ട, നിന്ന് കൊടുത്താൽ മതി. ഇതെല്ലാം വിശ്വസിച്ച് നിന്ന് കൊടുത്താൽ മാത്രം മതി. ഇതിനുവേണ്ടി ഗോണിയൊന്നും വേണ്ട. ചിലർ അതിന് ആത്മീയ മണ്ഡലത്തിൽ തെങ്ങൊക്കെ പഠിച്ച് കയറണം, എൻ്റെ ആവശ്യമില്ല. ഒരു തെങ്ങിന് അടുത്ത ആൾ പറ തെങ്ങ് പഠിച്ച് കയറണം എന്ന് പറ, താഴെ തലയും കുത്തി വീഴും. കർത്താവിനോട് നിന്ന് കൊടുത്താൽ കർത്താവ് ഉയർത്തിക്കോളും. കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തിയാണ്. ഹല്ലേലൂയ. നാലാമത്തെ കാര്യം, പിശാചിനോട് എതിർത്ത് നിൽക്കുക. നമ്മളെ ചതിക്കുന്ന ചതിയനുണ്ടല്ല, അവനെ എതിർക്കണം. നമ്മുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങുണ്ടു എന്ന് എന്ത് ചെയ്യണം? അവൻ റോന്തു ചുറ്റി നടക്കുകയാണ്. അലർന്ന സിംഹം പോലെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. എന്ത് ചെയ്യണം? അവന് എതിർക്കണം. എങ്ങനെ എതിർക്കുന്നത്? എങ്ങനെ എതിർക്കുന്നത്? ദൈവത്തിൻ്റെ വചനം നമ്മുടെ നാവിലും നമ്മുടെ അരയിൽ എന്തുണ്ട്? ഇരുവായി തള്ള ആത്മാവുമുണ്ട്. അടിക്കണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന, അതുകൊണ്ടാണ് ഈ പിശാചിന് ഒരായുധവും നമ്മുടെ മേൽ ഫലിക്കില്ല എന്ന് പറയുന്നത്. എൻ്റെ കയ്യിൽ അതിനേക്കാളും വലിയ ആയുധമുണ്ട്. ഈ പ്രാവശ്യം ഇന്ത്യ ജയിച്ചതിൻ്റെ ഗുണം എന്താ അറിയോ? ഇന്ത്യയുടെ എല്ലാ പ്രശ്നത്തിൻ്റെ നടുവിൽ ഇന്ത്യ ഒരു എന്ത് സാധനമാണ്, എന്ത് ബോംബ് ഇട്ടെന്നറിയാമോ? പേരെന്താണ് അതിൻ്റെ? ഇന്ത്യ ഈ പ്രാവശ്യം ഇട്ട പാകിസ്ഥാനിലിട്ട ബോംബിൻ്റെ പേരെന്താ? ആർക്കെങ്കിലും അറിയാവോ? പേരറിയാവോ അതിൻ്റെ? അത് തന്നെ, ഇയാൾക്കറിയാം. ബ്രഹ്മോസ്. അത് വെച്ചുവിട്ട് ഒറ്റ കാര്യമുള്ളൂ. ഇന്ന് നമ്മൾക്ക് പിശാചിനെതിരെ ഉപയോഗിക്കാനുള്ള ബ്രഹ്മോസ് നമ്മുടെ കയ്യിലുണ്ട്. വചനവും ആത്മാവും. അടുത്ത ആളാ വചനവും ആത്മാവും. പിശാചിനെ എതിർക്കാനാണ് പറയുന്നത്. യാക്കോബിൻ്റെ 4-ാം അധ്യായം 7-ാം വാക്യം വായിച്ചേ. 4-ാം അധ്യായം 7-ാം വാക്യം. ദൈവത്തോട് കീഴടങ്ങുക. ആദ്യത്തെ പണി അതാണ്. ഞാൻ പറഞ്ഞു രണ്ടാമത്തെ പോയിന്റ് ഇല്ലേ, അത് ചെയ്തതിന് അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം? സബ്മിറ്റ് യുവർ സെൽഫ് ടു ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിനായി നമ്മളെ തന്നെ സമർപ്പിക്കണം. എന്നിട്ട് റെസിസ്റ്റ് ദ ഡെവിൾ, പിശാചിനോട് എതിർത്ത് നിൽക്കണം. വാ 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 അല്ല, പോടാന്ന് പറയണം. വെറുതെ പോടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കയ്യിൽ വല്ലതും വേണം. അടുത്ത ആളറ വചനം വല്ലതും പഠിക്കാൻ പറ. ഹല്ലേലൂയ. 5-ാമത്തെ പോയിന്റ്, കർത്താവിനെ സ്നേഹിക്കണം. 5 പോയിന്റേ ഉള്ളൂ. നിങ്ങൾക്ക് ജയാളിയായിട്ട് ജീവിക്കണോ? കർത്താവിനെ സ്നേഹിക്കണം. കർത്താവ് പറഞ്ഞാൽ എന്താ? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും എന്ത് ചെയ്യണം? അവനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് അറിയോ? അവനൂടെ സമയം ചെലവഴിക്കണം. 2 പാട്ട് പാടിയ കാര്യമില്ല കേട്ടാ. ടൈം. അടുത്ത ആൾ പറ ടൈം എന്ന് പറ. ലവിൻ്റെ സ്പെല്ലിംഗ് ഒരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞ TIME ആണെന്ന്. ലവിൻ്റെ സ്പെല്ലിംഗ് എന്താ? TIME. ദ സ്പെല്ലിംഗ് ഓഫ് ലവ് ഇസ് TIME. ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ്. സമയം ചെലവഴിച്ചാൽ അവൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ഞാൻ പറഞ്ഞില്ല, വേറെ ഒന്നും നമുക്ക് വേണ്ട, അവൻ്റെ സാന്നിധ്യം മതി. ഒരു പാട്ടില്ലേ, നിൻ സാന്നിധ്യം. അതെന്താ കാരണം എന്നറിയോ? ആ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമ്മൾ ജയാളിയാണ്. രക്തം നമ്മളെ വിടുവിച്ച്, ഞാൻ പറഞ്ഞു രക്തം നമ്മൾക്ക് വേണ്ടി വിടുവിക്കുകയല്ല, നമ്മളെല്ലാം ചെയ്തു. നമ്മൾ നീതീകരിച്ചു, നമ്മളെ ശുദ്ധീകരിച്ചു, എല്ലാം ചെയ്തു. പക്ഷേ ജീവനുള്ള കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ല, ജയാളിയാ. കർത്താവ് നമ്മുടെ കൂടെ വസിക്കാൻ ദൈവത്തിൻ്റെ കംപ്ലീറ്റ് പദ്ധതി അതാ. ഐ വോണ്ട് ടു ഡ്വെൽ അമങ്സ്റ്റ് യു. അതാണ് നമ്മൾ ഈ ചർച്ചിൽ നിൽക്കുന്നതിൻ്റെ കാരണം എന്ന് അറിയോ? ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞ് പലർക്കും ചർച്ചിൻ്റെ വില അറിയില്ല. വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? കേട്ടില്ല.
വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ പോരാന്ന് ഒരാൾ പറയുന്നത്. പോരാ, ശരിയാണോ? വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതിയോ? കർത്താവ് എന്താ പ്രാർത്ഥന കേൾക്കില്ലേ? കേൾക്കും. പക്ഷേ നമുക്ക് സംരക്ഷണമില്ല. സംരക്ഷണം വേണമെങ്കിൽ സഭയിലേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ ടി വിയിൽ നോക്കിയിരുന്നാൽ എൻ്റെ ജീവിതകാലം നല്ല ഇതിനേക്കാൾ നല്ല പ്രസംഗമൊക്കെ ടി വി കേൾക്കാം. കാരണം എന്താണെന്നറിയാമോ? സഭയാണ് ദൈവം കൊടുത്തിരിക്കുന്ന അധികാരം. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ല എന്ന് പറയുമ്പോൾ ഐ നീഡ് പ്രൊട്ടക്ഷൻ, ഐ നീഡ് ദ കവറിങ് ഓഫ് ദ ചർച്ച്. അതുകൊണ്ടാണ് ഞാൻ സഭയോട് ഞാൻ കീഴ്പ്പെട്ട് നിൽക്കുന്നത്. ഹല്ലേലൂയ. സഭയുടെ സംരക്ഷണം എനിക്ക് വേണം. കാരണം അതാണ് എൻ്റെ കവചം. ദാറ്റ് ഈസ് ദ കവറിങ് ഗോഡ് ഹസ് ഗിവൺ മീ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ല. വിച്ച് മീൻസ് ഐ നീഡ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ ചർച്ച് ഓവർ മീ. കാരണം ദൈവം സഭയ്ക്കാണ് അധികാരം കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദശാംശം കൊടുക്കുന്നത്. ഞാൻ പണ്ട് ഈ ദശാംശം കൊടുക്കാൻ എനിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്ത് ചെയ്യുന്നു? അവർക്ക് കുറുക്ക കൊടുക്കും, ചർച്ചിൽ കൊടുക്കൂല. ചർച്ചിൻ്റെ കവറിങ് വേണമെങ്കിൽ ദശാംശം കൃത്യം. ഞാനിന്ന് രാവിലെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പലരുടെയും ഈ ചോർന്ന് പോകുന്നു. കയ്യിൽ കാശില്ല, ഒരു കാര്യത്തിനും കാശില്ല. വിശ്വാസം വന്നപ്പോൾ കാശില്ല, ബിസിനസ് പൊളിയുന്നു, ബിസിനസ് ഉയരുന്നില്ല. എടാ മോനെ ഇങ്ങോട്ട് വന്നേ, ഞാൻ ടെക്നിക്ക് പറഞ്ഞുതരാം. ഞാൻ ബിസിനസ് വിട്ട ആളാ, ടെക്നിക്ക് പറഞ്ഞുതരാം. നിൻ്റെ വഴിപാടും ദശാംശം ഉണ്ടല്ലോ, കൃത്യമായിട്ട് കൊടുക്ക്, ചോർച്ചയൊക്കെ അടയും. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ റൂഫ് ലീക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴുണ്ടല്ലോ, ചോർച്ച അടയ്ക്കാൻ വേണ്ടി ടേപ്പ് ഒട്ടിച്ച്, എല്ലാം ഒട്ടിച്ച് ടേപ്പൊക്കെ ഒട്ടിച്ച് ചോർച്ച തിന്ന്. ടേപ്പ് ഒട്ടിക്കാൻ അടുത്താൾ പറ, ടേപ്പ് ഒട്ടിക്കാൻ പറ, എല്ലാം നിൽക്കും കൃത്യമായിട്ടേ. ഇതുണ്ടല്ലോ, ഇവൻ കർത്താവ് പാവപ്പെട്ട ദാരിദ്ര്യമൊന്നും അല്ലാട്ട കർത്താവാണ് എല്ലാം ഓൺ ചെയ്യണത്. പക്ഷേ കർത്താവുണ്ട് നമ്മുടെ മനോഭാവം നോക്കും, നിൻ്റെ പണത്തോടുള്ള മനോഭാവം നോക്കും. ഞങ്ങൾ ഈ കുടുംബപരമായിട്ട് ഭയങ്കര പിശുക്കന്മാരായിരുന്നു. എൻ്റെ അപ്പനും അപ്പൂപ്പനും ഒക്കെ പിശുക്കന്മാരെന്ന് പറഞ്ഞാൽ ഒന്നും കളഞ്ഞില്ല കേട്ടോ, എല്ലാം സൂക്ഷിച്ചു വെച്ച് ബാങ്കിൽ കൊണ്ടിട്ട്. ഞങ്ങളായപ്പോൾ കർത്താവ് പറഞ്ഞു തുറക്കണമെന്ന് പറഞ്ഞു. ഓപ്പൺ ഇറ്റ് അപ്പ്, ഗിവ്. ദൈവം ഞങ്ങളെ കൊടുക്കാൻ പഠിപ്പിച്ചു. ഇത്രയും ധൈര്യമായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ജോലി വിട്ട ആളാണ്. ഇത്ര ധൈര്യമായിട്ട് പറയാനുള്ള ആ ചങ്കൂറ്റം എനിക്ക് എന്തുകൊണ്ടറിയോ? കർത്താവിൻ്റെ കരുതൽ അനുഭവിച്ചുകൊണ്ടാണ്. പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടില്ല. അടുത്ത ആൾ പറ, പിടിച്ചാൽ ഒന്നും കിട്ടില്ലെന്ന് പറ, എല്ലാം പോവും, ചോർന്ന് പോവും. ഇതൊരു ഡിസിപ്ലിനാണ്. ഈ ദശാംശം കൊണ്ട് ഡിസിപ്ലിനാണ്. അത് ആദ്യം കൊടുക്ക്, നീക്കുപോക്കല്ല കൊടുക്കേണ്ടത്, ആദ്യം കൊടുക്കണം. പലരും ഇങ്ങനെ പറയും, ഞാൻ നോക്കട്ടെ ഈ മാസം എത്ര എനിക്ക് സേവ് ചെയ്യാൻ പറ്റും, ഈ മൊബൈലെല്ലാം മേടിച്ച് അതിൻ്റെ EMI അടച്ച് തീർന്നു മുടിയും. അവസാനം 72,000 മൊബൈല്, അതിൻ്റെ ഉപകരണങ്ങൾ, വീട്ടുപകരണങ്ങൾ അതിനേക്കാളും വലുത് എല്ലാം വെച്ച് അവസാനം എന്ത് പറ്റും? ഒരു 5 നയ പൈസ എടുക്കാൻ ഞാനോട് പറഞ്ഞു, പാസ്റ്ററെ വല്ലത് പായലോട്ട് ഇട്ടിട്ടുണ്ടായത് എല്ലാം EMI. അമ്മായി എന്നാ ഞാൻ പറഞ്ഞത്, അമ്മായിക്ക് കൊടുത്ത് മുടിഞ്ഞ്. ഇനി എന്താണ് അച്ചായനും എല്ലാം കൊടുക്ക്, അമ്മായിക്ക് മാത്രമല്ല. ഈ മതിയാക്കി ഈ സാധനം മേടിച്ച് കൊക്കിൽ ഒതുങ്ങുന്ന പോലെ ജീവിക്ക്. വെറുതെ വല്ലതൊക്കെ മേടിച്ച് അവസാനം ദാരിദ്ര്യത്തിൽ ജീവിക്കണം എന്തിനാ? അച്ചാറും കൂട്ടി മാന്യമായിട്ട് ജീവിക്കുന്നു. കഞ്ഞി മാത്രം കുടിക്കില്ല, കുറച്ച് അച്ചാറും കഴിക്കാൻ. പ്രഷർ കൂടാ, അന്ന കുഴിക്കണ്ട, അച്ചാറ് കഴിക്കണ്ട എന്ന് പറയാം. അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു കേട്ടാ. അടുത്ത ആൾ പറ, ജയാളിയായിട്ട് ചെയ്യണമെന്ന് പറ. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് നമ്മളെ വിളിക്കുന്നത് ജയാളിയാകാനാ. അപ്പോൾ എന്തൊക്കെയാ കർത്താവിനെ സ്നേഹിക്കുന്നത്? എങ്ങനെയാ? കർത്താവിൻ്റെ വചനം വായിക്കുക, പഠിക്കുക, ഉൾക്കൊള്ളുക, അനുസരിക്കുക. അപ്പം നമുക്ക് പലതും പറ്റില്ല, അതിനാണ് നമുക്ക് ഈ കൂട്ടായ്മയുള്ളത്. നമുക്ക് അന്യോന്യം പ്രാർത്ഥന വേണം, കരുതലും താങ്ങലൊക്കെ വേണം. അപ്പം നമുക്ക് കൂട്ടായ്മയുണ്ട്. അതാണ് സഭ. അവിടെ സഭ നമുക്ക് അന്യോന്യം നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരോടും പറയരുത് കേട്ടോ, പിന്നെ പാട്ടാവും.
എന്നിട്ട് എൻ്റെ അതേ പാസ്റ്റർ പറഞ്ഞിട്ടാന്ന് പറഞ്ഞ് വിശ്വസ്തന്മാരോട് പ്രാർത്ഥിക്കുക, അന്യോന്യം കരുതുക, പ്രാർത്ഥിക്കുക, ദൈവസ്നേഹത്തിൽ വളരുക, ദൈവം നിങ്ങളെ വഴി നടത്തും, ജയാളിയായിത്തീരും. അടുത്ത ആൾ പറയാം, ഇന്നത്തെ തീം അതാണ്, കർത്താവിന് ജയാളിയായിട്ട് നടക്കാനാ. ആമേൻ, ഹല്ലേലൂയ. സഭ തല കുനിക്കരുത്, സഭ തല ഉയർത്തിപ്പിടിക്കേണ്ട. കർത്താവിനെ നമ്മൾ കാണിക്കുന്നവരാ, കർത്താവിനെ നമ്മൾ പ്രതിനിധീകരിക്കുന്നവരാ. വി ആർ ഷോയിങ് ഫോർത്ത് ഹൂ അവർ ലോർഡ് ജീസസ് ഇസ്. ലോകം നമ്മളെ കണ്ട് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണം എന്താണ്, നിങ്ങളുടെ മ്ലാനതയുടെ കാരണമല്ല, നിങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കർത്താവ് എന്നിലുണ്ട്, അവൻ മുഖാന്തരം എനിക്ക് ജീവൻ നൽകി, ഞാൻ ജയാളിയായി തീർന്നു. അവർ പറയും, ഈ ക്രിസ്തുവിനെ എനിക്കും വേണമെന്ന് പറയും. ഹല്ലേലൂയ. 5 കാര്യങ്ങളൊന്നും റിപ്പീറ്റ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ക്രിസ്തുവായിട്ട് നമ്മൾ താതാത്മ്യപ്പെടുക. 1. 2, ദൈവത്തിനായി നമ്മളെ തന്നെ കീഴ്പ്പെടുത്തുക. 3, കർത്താവിൻ്റെ ആത്മാവിൻ്റെ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുക. 4, പിശാചിനെ എതിർക്കുക. അതാണ് നമ്മൾ ജയിക്കുന്ന. എങ്ങനെയല്ലേ? വെളിപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 15-ാം വാക്യം പറയുന്നത് എന്താ? എങ്ങനെ ജയിച്ചത് അവനെ? കുഞ്ഞാടിൻ്റെ രക്തത്താലും സാക്ഷ്യവചനത്താലും. അടുത്ത ആൾ വചനം പറയണമെന്ന് പറ. സാക്ഷ്യവചനം എന്ന് പറഞ്ഞാൽ ഇതാണ്, ദിസ് ഇസ് ദ വേർഡ് ഓഫ് ഗോഡ്, ദിസ് ഇസ് ദ വേർഡ് ഓഫ് ദ ടെസ്റ്റിമണി. ഇത് പറഞ്ഞാലുണ്ടല്ല അവിടെ ഇരിക്കുവാൻ, അവനെ തളയ്ക്കാൻ വേറെ മാർഗമില്ല, ഇത് മാത്രമേ ഉള്ളൂ. യു സ്പീക്ക് ദ വേർഡ്, ഹി ഹാസ് ടു സ്റ്റോപ്പ്. ഹല്ലേലൂയ. വേർഡ് ഓഫ് ദ ടെസ്റ്റിമണി, റെസിസ്റ്റ് ദ ഡെവിൾ. 5-ാമത്തെ പോയിന്റ്, ലവ് ഓഫ് ജീസസ്. കർത്താവിനെ സ്നേഹിക്കുക. എഴുന്നേക്കാം, നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കുക. 5 കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഹല്ലേലൂയ. ടു വാക്ക് എ വിക്ടോറിയസ് ലൈഫ്, കർത്താവിൻ്റെ സന്നിധിയിൽ ജയാളിയായി ജീവിക്കുവാൻ. എല്ലാവരും ഇന്ന് കരങ്ങൾ ഉയർത്തിക്ക്. കർത്താവ് എനിക്ക് ജയാളിയായി തീരണമെന്ന് പറഞ്ഞ്, ഐ വോണ്ട് ടു ബി എ വിക്ടോറിയസ് മാൻ ഇൻ ക്രൈസ്റ്റ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ജയാളിയായി തീരുവാൻ ദൈവം എന്നെ വിളിച്ചിരിക്കുകയാണ്. തോൽവിയിലല്ല ഇനി ജീവിക്കാൻ പോകുന്നത്. പറഞ്ഞേ, തോൽവിയിലല്ല. പറ, തോൽവിയല്ല, പരാജയമല്ല, ജയം. ജയാളിയായി എന്നെ വിളിച്ചിരിക്കുന്നു. അവൻ മുഖാന്തരം എനിക്ക് സകലതും സാധ്യമാണ്. പറ, അവൻ മുഖാന്തരം എനിക്ക് സകലതും സാധ്യമാണ്. അവൻ മുഖാന്തരം എനിക്ക് സകലതും സാധ്യമാണ്. പറ, അവൻ മുഖാന്തരം എനിക്ക് സകലതും സാധ്യമാണ്. ബിക്കോസ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ജയാളിയായിട്ടാണ്. അല്ല, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ ജയാളിയാണ്, നിങ്ങളുടെ ബിസിനസ്സിൽ ജയാളിയാണ്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ, കേട്ടില്ല, കരങ്ങൾ ഉയർത്ത് പ്രാർത്ഥിക്കാൻ പോകും. കർത്താവേ, ഇന്ന് സഭയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഉയർച്ച പ്രാപിക്കട്ടെ. അനുഗ്രഹിക്കുന്നു, സഭയായിട്ട് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരുടെ എല്ലാ തലങ്ങളിലും അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. സത്യസുവിശേഷം ഗ്രഹിച്ച്, സത്യസുവിശേഷം സംസാരിച്ച്, ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഇവരെ പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരുടെ കൂടെ വസിക്കുന്നതിനായി സ്തോത്രം. ദൈവം ഞങ്ങളെ ജയാളികളാക്കി തീർത്തതിനായി സ്തോത്രം. മഹത്വം ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ലോക ജീവിതത്തിൽ ശോധന നേരിടുമ്പോൾ തളരുകയില്ല, പതറുകയില്ല. ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ, ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. രോഗത്തിനിമേൽ കാര്യമില്ല, ശാപത്തിനിമേൽ ജയവുമില്ല. രോഗത്തിനിമേൽ കാര്യമില്ല, ശാപത്തിനിമേൽ ജയവുമില്ല. ക്രൂശിലെ യേശു ഇതെല്ലാം വഹിച്ചതാൽ ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. ക്രൂശിലെ യേശു, ക്രൂശിലെ യേശു ഇതെല്ലാം വഹിച്ചതാൽ ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. എന്മേലോ ഇനി എൻ ഭവനത്തിലോ സാത്താന്യ തന്ത്രങ്ങൾ വിജയിക്കില്ല. എന്മേലോ ഇനി എൻ ഭവനത്തിലോ സാത്താന്യ തന്ത്രങ്ങൾ വിജയിക്കില്ല. ക്രൂശിലെ യേശു ഇതെല്ലാം സഹിച്ചതാൽ ജയാളിയാണല്ലോ ഞാൻ, ജയാ
ജയാളിയാണല്ലോ, ഞാൻ ജയാളിയാണല്ലോ. ഈ ലോക ജീവിതത്തിൽ വൻശോധന നേരിടുമ്പോൾ കരയുകയില്ല, തളരുകയില്ല. ജയാളിയാണല്ലോ, ഞാൻ ജയാളിയാണല്ലോ, ജയാളിയാണല്ലോ, ഞാൻ ജയാളിയാണല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വല്ല പരാജയങ്ങളുണ്ടോ? നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് പരാജയമുണ്ടോ? കടക്കെണിയിൽ പെട്ടിട്ടുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. ഇന്ന് കർത്താവിൻ്റെ ഒരു വലിയൊരു സ്പർശനം, കർത്താവിൻ്റെ വലിയൊരു തൊടൽ നിങ്ങളുടെ മേൽ വന്ന് എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് വിടുവിക്കുന്ന അവൻ്റെ ശക്തി, ഇന്ന് അവൻ്റെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ, ഈ 5 കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയ ജയം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് ഞാൻ പറയുമ്പോൾ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും മാറുന്ന ദിവസമാണിത്. ശാപങ്ങൾ മാറി, പ്രയാസങ്ങൾ മാറി, ഞാൻ ജയാളിയാണെന്നൊന്ന് പറഞ്ഞ് പ്രൊക്ലെയിം ചെയ്യ്, ഞാൻ കർത്താവിൽ ജയാളിയാണ്. പ്രതിസന്ധികളിൽ ഞാൻ തോൽക്കുന്നവനെ, പരാജയപ്പെടുന്നവനല്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെയും ഉയർച്ച ഞാൻ പ്രാപിക്കും. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെയും ഉയർച്ച ഞാൻ പ്രാപിക്കും. എൻ്റെ വിളി അതാണ്. ഐ ബീൻ കോൾഡ് ടു ബി എ കോൺകറർ. എൻ്റെ വിളി ഒരു ജയാളിയായിട്ടുള്ളൊരു വിളിയാണ്. എൻ്റെ കർത്താവിനാൽ അത് സാധ്യമാണ്. എൻ്റെ എല്ലാ പ്രതികൂലങ്ങളും നീങ്ങിപ്പോകും, എൻ്റെ എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും. എൻ്റെ കർത്താവ് എന്നെ ഉയർത്തുക തന്നെ ചെയ്യും, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും വഴി നടത്തുന്ന പരിശുദ്ധ ആത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും ഇന്നും എന്നേക്കും ഉണ്ടായിരുമാറട്ടെ. ആമേൻ. കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ കർത്താവേ, വേഗം വരണമേ. ആമേൻ.